LDFനെ നല്ല രീതിയിൽ അംഗീകരിക്കുന്ന നിലപാടാണ് പൊതുവേ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. LDFന് ഏതെങ്കിലും തരത്തിൽ ക്ഷീണമുണ്ടാക്കുന്ന ഒരു കാര്യവും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, BJPക്ക് വലിയ തകർച്ചയുണ്ടായി. LDFന് കൂടുതൽ വോട്ട് നേടിക്കൊണ്ട് വിജയം ഉറപ്പിക്കാൻ ചേലക്കരയിൽ കഴിഞ്ഞു. പാലക്കാട് നേരത്തെ ഉള്ളതിനേക്കാളും കൂടുതൽ വോട്ട് സമ്പാദിക്കാൻ കഴിഞ്ഞു. BJPയുമായുള്ള നേരത്തെ ഉള്ള അകലം, അത് നല്ല രീതിയിൽ വോട്ടിൻ്റെ വ്യത്യാസം കുറച്ചു കൊണ്ടുവരാനും കഴിഞ്ഞു. ഇത് LDFന് കൂടുതൽ കരുത്തു പകരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ്. ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ നമ്മുടെ നാട്ടിലെ ശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കേണ്ട ഒരു ഘട്ടമാണ്. ജനങ്ങൾ LDFനോടൊപ്പം എത്ര കണ്ട് ഭദ്രമായി അണിനിരന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഒരു തരത്തിലുള്ള കോട്ടവും സംഭവിച്ചിട്ടില്ല. കേരളത്തിൽ LDFന് നല്ല രീതിയിൽ പിന്തുണ ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ നമുക്ക് സാധിക്കുക. നമസ്കാരം. 2026 കേരളം പിടിക്കാനുള്ള പോരാട്ടത്തിൻ്റെ സെമി ഫൈനൽ ആയി പാലക്കാട്ടെയും ചേലക്കരയിലെയും ഉപതെരഞ്ഞെടുപ്പുകളെ കണ്ടവർക്ക് എന്തു സൂചനയാണ് തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത്? 8.5 വർഷമായി ഭരണത്തിലിരിക്കുന്ന LDFനെതിരെ ഭരണവിരുദ്ധ വികാരം പ്രതീക്ഷിച്ചവർക്ക് കനത്ത തിരിച്ചടിയായോ ജനവിധി? പാലക്കാട്ടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തിയതുകൊണ്ട് 2026 അടുത്ത നിയമസഭാ പോരാട്ടത്തിൽ പിണറായി സർക്കാരിനെ നേരിടാനുള്ള കെൽപ്പായി എന്ന് UDFന് സമാധാനിക്കാൻ വകയുണ്ടോ? സാധ്യത കൽപ്പിക്കപ്പെട്ട പാലക്കാട് ഡീലിൻ്റെ പേരിൽ കൈവെള്ളയിൽ കിട്ടിയിട്ടും കളഞ്ഞുകുളിച്ച BJPക്ക് ഇനി 2026 സുവർണാവസരം തേടി ഇറങ്ങാൻ വകയുണ്ടോ? രാഷ്ട്രീയം പറഞ്ഞ് പാലക്കാട് നിലനിർത്താമായിരുന്നിട്ടും ചേലക്കരയിൽ മാത്രം രാഷ്ട്രീയ യുദ്ധം എന്ന് പറയുകയും പാലക്കാട് SDPI, ജമാഅത്തെ ഇസ്ലാമി, RSS എന്നിവർക്കൊക്കെ തീറെഴുതി കൊടുത്തതിന് കോൺഗ്രസിന് സമാധാനം പറയേണ്ടി വരുമോ? സംസ്ഥാന രാഷ്ട്രീയത്തിൽ സ്റ്റാറ്റസ് കോ നിലനിർത്തി മുന്നോട്ട് പോകാൻ ജനം പറയുമ്പോൾ പിണറായിയുടെ നേതൃത്വത്തിൽ LDF ഭരണം തുടരട്ടെ എന്നും VD സതീശനും കൂട്ടരും പ്രതിപക്ഷത്തു തന്നെ തുടരട്ടെ എന്നുമാണോ ജനഹിതം? സർക്കാരിനെതിരെ രാഷ്ട്രീയം പറയാതെ ഡീലുകളിൽ വിശ്വസിക്കുന്ന ശൈലിയിൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടാണോ? മുരളീധരനും ചെന്നിത്തലയും ഉൾപ്പെടെ അതൃപ്തരായ കോൺഗ്രസ്സുകാരും സുരേന്ദ്രൻ വിരുദ്ധ BJPക്കാരും കോൺഗ്രസിലും BJPയിലും കലാപക്കൊടി ഉയർത്തുന്നു. LDF 3.0 ഉറപ്പാകുകയാണോ? ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നു. ഇന്ന് ചർച്ചയിൽ ചേരുന്നവർ: CPIM നേതാവ് M. പ്രകാശൻ മാസ്റ്റർ, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക്, വലത് സഹയാത്രികൻ ഷാബു പ്രസാദ്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജേക്കബ് ജോർജ് എന്നിവർ. ഏറ്റവും ആദ്യം പ്രകാശൻ മാസ്റ്റർ, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് വലിയ കരുത്താണ് ചേലക്കരയിലെ വിജയം ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ മൊത്തം ഫലം നൽകുന്നത് എന്നാണ്. ഈ ചേലക്കരയിലെ വിജയത്തിൻ്റെ പേരിൽ അഭിമാനിക്കാം എന്നുകൂടി എടുത്തു പറയുമ്പോൾ എന്താണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കേവലം ഒരു 1.5 വർഷത്തോളം ഇനി ബാക്കിയുള്ള ഈ സർക്കാരിൻ്റെ കാലത്ത് വന്ന ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം, അത് കൃത്യമായി ഒരു ഭരണവിരുദ്ധതയില്ല എന്ന രീതിയിൽ വലിയ ആത്മവിശ്വാസത്തോട് മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ഒരു ഭരണ തുടർച്ചയോ എന്ന് ചോദിക്കുന്നവരോടുള്ള മറുപടി എന്താണ്? ഇവിടെ
ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രണ്ടാം ഊഴം അവരെ കടുത്ത ഭീതിയിലാണ് ആഴ്ത്തിയിട്ടുള്ളത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഏറെക്കാലം തുടർച്ചയായി ഭരിച്ച ആദ്യത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇനിയും ഒരു ഗവൺമെൻറ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിൽ വന്നാൽ തങ്ങളുടെ രാഷ്ട്രീയമായ നിലനിൽപ്പ് അപകടത്തിലാണ് എന്ന് വളരെ കൃത്യമായിട്ട് UDFനെയും പ്രത്യേകിച്ച് അതിനെ നയിക്കുന്ന കോൺഗ്രസിനും ലീഗിനും അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത രൂപത്തിൽ പണം കൊടുത്ത് വോട്ട് പിടിക്കാൻ, മദ്യമൊഴുക്കി വോട്ട് പിടിക്കാൻ, നുണപ്രചരണം നടത്തി വോട്ട് പിടിക്കാൻ ഈ കേരളത്തിലുള്ള മുഖ്യധാര മാധ്യമങ്ങളുടെ ആകെ പിൻബലത്തോടെ ഈ 3 കേന്ദ്രങ്ങളിലും UDF ശ്രമിച്ചത്. ഇവിടെ UDFൻ്റെ ആളുകൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് കേരളത്തിലെ ഗവൺമെൻറ്റിനുള്ള വിധിയെഴുത്താണ് എന്നാണ്. ഇതുപോലെ ജനവിരുദ്ധമായ മറ്റൊരു ഗവൺമെൻറ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അതിനെതിരെയുള്ള ജനങ്ങളുടെ അതൃപ്തിയാണ് ഇവിടെ പൊതുവിൽ പ്രകടമാവുക എന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. എന്ന് മാത്രമല്ല, കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഇവിടെ വന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ചേലക്കരയിൽ മാത്രമാണ്. മറ്റു 2 സ്ഥലങ്ങളും ഇവിടെ കോൺഗ്രസിൻ്റെ സീറ്റ് തന്നെയാണ്, അവിടെ അവർ ജയിക്കും. എന്നാൽ ചേലക്കരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ദുർഭരണത്തിനെതിരായിട്ട് വിധിയെഴുത്തായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് പറഞ്ഞ ഞങ്ങളല്ല, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ്. പക്ഷെ എന്താ ഈ തെരഞ്ഞെടുപ്പിനകത്ത് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ പോലെ LDF ഗവൺമെൻറ്റിൻ്റെ ജനപിന്തുണയും അംഗീകാരവും കൂടുതൽ ദൃഢതരമാക്കുന്നുവെന്ന് തികച്ചും വ്യക്തമാക്കുന്ന ഒന്നായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും, നമ്മൾ ചേലക്കരയിൽ എടുത്ത് പരിശോധിക്കുമ്പോൾ ചേലക്കരയിൽ നമ്മളിപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിലെ 7ാമത്തെ തെരഞ്ഞെടുപ്പ് വിജയമാണ് ചേലക്കരയെ സംബന്ധിച്ച് ഇത്തവണ LDFന് ഉണ്ടാവുന്നത്. അവിടെ നേരത്തെയുള്ള LDFൻ്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ 5173 മാത്രമായിരുന്നെങ്കിൽ നിലവിലുള്ള LDFൻ്റെ സ്ഥാനാർത്ഥി പ്രദീപിന് UR പ്രദീപിന് കിട്ടിയിരിക്കുന്ന ഭൂരിപക്ഷം 12201 വോട്ടാണ്. എന്ന് മാത്രമല്ല, അവിടെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും 9 പഞ്ചായത്തുകളിൽ 3 പഞ്ചായത്തുകൾ ഭരിക്കുന്ന UDF ആണ്. ആ പഞ്ചായത്തുകളെല്ലാം അവർ വളരെ പുറകോട്ടേക്ക് പോയി എന്ന് മാത്രമല്ല, അവർ ഭരിക്കുന്ന തിരുവല്ലാമല പഞ്ചായത്തിൽ അവർക്ക് 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്നുള്ളത് ഒരു ചെറിയ വിഷയമല്ല. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിലാവട്ടെ അവർ സാധാരണ തെരഞ്ഞെടുപ്പിലുള്ള എല്ലാ മര്യാദകളും മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിൻ്റെ ആദരണീയമായിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരായിട്ട്, അതുപോലെ തന്നെ ഇവിടെ കണ്ണൂരിൽ നടന്നിരിക്കുന്ന ദിവ്യവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എന്തെല്ലാം പ്രചാരവേലകളാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ നമുക്കെതിരായിട്ട് ഉപയോഗിച്ചത്. അർദ്ധസത്യങ്ങളെ, അസത്യങ്ങളെല്ലാം ആശ്രയിച്ചുകൊണ്ടുള്ള പ്രചാരവേലയാണ് അവർ സംഘടിപ്പിച്ചത്. അതിന് കൂടെയാണ് നമ്മുടെ KPCC അധ്യക്ഷൻ സുധാകരൻ്റെ ആക്രമണത്തിനുള്ള ആഹ്വാനം. ഇതെല്ലാം ഉണ്ടായിട്ട് പോലും വലിയ നിലക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ, നമുക്കറിയാം കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ഇക്കാലത്ത് എങ്ങനെയാണോ LDFനെ താറടിക്കാൻ കഴിയുക അതിനുവേണ്ടിയുള്ള വലിയ ശ്രമങ്ങളാണ് ചർച്ചകളിലൂടെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആകെ നടത്തിയെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പ്രകാശ് മാഷ് അങ്ങനെയൊക്കെ പറയുമ്പോഴും നല്ല വിജയമാണ് ചേലക്കരയിൽ ഉണ്ടായത്. പക്ഷേ അങ്ങനെ ഉണ്ടായ വിജയം പോലും അവിടെ ഭൂരിപക്ഷം വല്ലാതെ കുറയ്ക്കാനായി. അതുകൊണ്ട് ഭരണവിരുദ്ധ തരംഗമാണ് അത് എന്ന് പറയാനാണ് ഇപ്പോൾ UDF ശ്രമിക്കുന്നത്. അതെങ്ങനെയാണ് LDF കാണുന്നത്? അല്ല, ഇതിൽ അവിടെ പോളിംഗ് ഈ പറയുന്ന എല്ലാ മണ്ഡലങ്ങളിലും കുറഞ്ഞു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടി കഴിയും. ഇവിടെ ഇപ്പോഴുള്ള തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുള്ള ആളല്ലോ താരതമ്യം ചെയ്യേണ്ടത്. അങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ലോക്സഭയേക്കാൾ അവരുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് കൂടിയോ? ഇല്ലല്ലോ. അവിടെ നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രമ്യ കിട്ടിയ വോട്ട് 52,626 ഇപ്രാവശ്യം അവർക്ക് കിട്ടിയ വോട്ട് 2,569 വോട്ട് കുറവാണ്. പിന്നെ അവർക്ക് മുന്നേറ്റം ഉണ്ടായി എന്ന് പറയുന്നത് എന്തിൻ്റെ പേരെയാണ്? എന്നാൽ LDFനെ സംബന്ധിച്ച് നമുക്ക് ലോക്സഭയേക്കാൾ 4,459 വോട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് ഒരു ചെറിയ കാര്യമാണോ? ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരുപാട് കാലമൊന്നും ആയിട്ടില്ലല്ലോ. എന്നിട്ട് ഞങ്ങൾ പുറകോട്ടേക്ക് പോയി എന്നുള്ളത് പറയുന്ന ആളുകളുടെ ചർമ്മശക്തിയെ നമുക്ക് പരിഗണിക്കാം എന്നുള്ളതല്ലാതെ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് രംഗത്തെ ട്രെൻഡുകൾ പരിശോധിക്കുന്ന ആർക്കും തന്നെ വലിയ മുന്നേറ്റമാണ്, വലിയ അംഗീകാരമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഈ എല്ലാ തെരഞ്ഞെടുപ്പുകളും തെളിയിക്കുന്നുണ്ട്. അത് ജയിച്ചിരിക്കുന്ന ഈ ചേലക്കരി മാത്രമല്ല, നമ്മളിപ്പോൾ പാലക്കാട് പരിശോധിക്കുമ്പോൾ കാണാൻ വേണ്ടി കഴിയുന്ന കാര്യം എന്താ? കഴിഞ്ഞ നിയമസഭയേക്കാൾ 860 വോട്ട് അവിടെ അധികം കിട്ടുന്നത് തന്നെയുണ്ടായി. ലോകസഭയിൽ നമുക്ക് നേരത്തെ കിട്ടിയ വോട്ട് 34,640 ആണെങ്കിൽ 2,653 വോട്ട് വർദ്ധിച്ച് 37,293 വോട്ടായി. അവരെ സംബന്ധിച്ചാവട്ടെ അവർക്ക് നേരിയ വർധന മാത്രമേ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞുള്ളൂ. അപ്പോൾ കണക്കുകൾ വെച്ചുകൊണ്ട് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ ആളുകൾ കൂടുതലായിട്ട് ചേർന്നിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പായിട്ട് താരതമ്യം ചെയ്താലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പായിട്ട് താരതമ്യം ചെയ്താലും അതിനേക്കാൾ ഏറെ വോട്ടുകൾ നേടാൻ വേണ്ടി കഴിഞ്ഞു എന്ന് പറയുന്നതിന് അർത്ഥം എന്താ? ഏറ്റവും വലിയ പ്രചാരവേല തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ സംഘടിപ്പിച്ചത് നമുക്കെല്ലാം അറിയുന്ന പോലെ ഈ ഗവൺമെൻറ് ഒന്നിനും കൊള്ളില്ല എന്നുള്ളതാണ്.
ആ പ്രചരണം ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നുവെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം അസന്നിഗ്ധമായി തെളിയിക്കുന്നത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള അംഗീകാരമാണ്, അതിന് മുന്നോട്ട് പോക്കിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം രാഷ്ട്രീയ രംഗത്തെ സത്സന്ധമായിട്ട് കാണുന്ന ആരെ സംബന്ധിച്ചും ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ കൃത്യമായ നിലക്ക് അങ്ങനെയാണ് വിലയിരുത്താൻ. ശരി പ്രകാശ് മാസ്റ്റർ, ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക്, നമുക്കറിയാം ഈ ആൻറ്റി ഇൻകംബൻസി അല്ലെങ്കിൽ ഭരണവിരുദ്ധത എന്നുള്ളത് നമ്മൾ പരിശോധിക്കുന്നത് എങ്ങനെയാണ്? ഒരു സർക്കാർ ഭരണത്തിലിരിക്കുന്നതിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ജനം വിലയിരുത്തുന്നത് എന്ന് നോക്കിക്കൊണ്ട് അതിന് ആ സർക്കാരിനെതിരെ നിൽക്കുന്നവരോട് എങ്ങനെയാണ് ജനം പെരുമാറുന്നത് എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് ആ തെരഞ്ഞെടുപ്പ് വിധിയെഴുത്തിൽ നിന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നുകൂടി നിരീക്ഷിച്ചുകൊണ്ടാണ് ഈ ഭരണവിരുദ്ധതയെ അളക്കുന്നത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ നമുക്കറിയാം 2024 ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇവിടെ നടന്നു. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് ഈ ഇടതുമുന്നണിക്കുണ്ടായത്. കോൺഗ്രസ്സിന് UDF-നൊക്കെ നല്ല വിജയമുണ്ടായി. പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. അവിടെ 2 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. അത് കഴിഞ്ഞുള്ള 1.5 വർഷം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ്, പൊതു തെരഞ്ഞെടുപ്പ് ഇവിടെ നടക്കേണ്ടതാണ്. ആ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരു ഭരണ തുടർച്ചയിൽ നിൽക്കുന്ന സർക്കാരിനെ താഴെയിട്ട് പ്രതിപക്ഷത്തിന് ഭരണത്തിലേക്ക് കയറി വരണം എന്നുണ്ടെങ്കിൽ ജനങ്ങൾ നിങ്ങളോടൊപ്പമാണ്, അല്ലെങ്കിൽ UDF-നൊപ്പമാണ്, പ്രതിപക്ഷത്തിനൊപ്പമാണ് എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾ എന്ന് പറയുന്നത് ആ ഉപതെരഞ്ഞെടുപ്പിൽ ഭരണത്തിലിരിക്കുന്ന ആളുകളുടെ കയ്യിലിരിക്കുന്ന സീറ്റ് ഉൾപ്പെടെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കതിനായിട്ടില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് കൂടുതൽ നേടാനായിട്ടില്ല. അവിടെ 5 അക്ക ഭൂരിപക്ഷത്തിൽ തന്നെ ഇടതുമുന്നണിക്ക് ആ സീറ്റ് നിലനിർത്തി മുന്നോട്ട് പോകാനായിരിക്കുന്നു. ചേലക്കര, പാലക്കാട് നിങ്ങളുടെ കയ്യിലിരുന്നത് തന്നെയാണ്, അത് നിങ്ങൾക്ക് നിലനിർത്താനുമായി. പക്ഷേ അത് മതിയോ? അത് നിങ്ങൾക്ക് എന്ത് പ്രതീക്ഷയാണ് ഇനി മുന്നോട്ട് നൽകുന്നത്? ഡോക്ടർ ലാൽ, അങ്ങനെ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് പ്രകാശൻ മാസ്റ്ററിന്റെയും ഇന്നലെ പാർട്ടി സെക്രട്ടറിയുടെയും ഒരു ന്യായീകരണമുണ്ട്. എന്താണ്? ചേലക്കരയിൽ നിങ്ങൾ വോട്ട്, സാധാരണയായി നിങ്ങൾക്ക് കിട്ടുന്ന വോട്ട് ഷെയർ വർദ്ധിച്ചിരിക്കുകയാണ്. ഏത് തെരഞ്ഞെടുപ്പുമായി തട്ടിച്ചു നോക്കുമ്പോൾ, ഈ വർഷം തന്നെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഭൂരിപക്ഷം ഇതാ 5000-6000-ൽ നിന്ന് 12000-ലേക്ക് വലിയ കുതിച്ചുചാട്ടം നടത്തി എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അംഗീകരിക്കാം. അപ്പോ നമ്മൾ താരതമ്യ പഠനം നടത്തേണ്ടത് ഏറ്റവും റീസെന്റ് നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണെങ്കിൽ തൃശ്ശൂരിൽ 85,000 വോട്ടാണ് CPM-ന് നഷ്ടമായത്. CPM-ന്റെ 85,000 വോട്ട് കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്നത് അംഗീകരിച്ചാൽ മതി. ഇനി അങ്ങനെയല്ല, നിങ്ങൾ പറയുന്നത് പോലെ ഞങ്ങളുടെ 1.5 ലക്ഷം വോട്ട്, അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി തടിച്ചു നോക്കണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി മാത്രമേ തട്ടിച്ചു നോക്കാൻ സാധിക്കൂ. അങ്ങനെ തട്ടിച്ചു നോക്കിയാൽ 39,600 വോട്ട്, അതായത് 40,000 വോട്ടിന് വെറും 400 വോട്ടിന്റെ കുറവിലാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി, മുൻ മന്ത്രി, ഇപ്പോൾ പാർലമെന്റിലുള്ള നിങ്ങളുടെ ഏക അംഗം ജയിച്ചു പോയത്. ആ 39,600 വോട്ടിൽ നിന്നാണ് 4/3 ഭൂരിപക്ഷം കുറഞ്ഞ്, 1-2 അല്ല, 4/3 ഭൂരിപക്ഷം കുറഞ്ഞ് 12,000 വോട്ടിലേക്ക് 1996 തൊട്ട് 28 വർഷക്കാലം 20,000 വോട്ടിൽ കുറഞ്ഞ് ജയിച്ചിട്ടില്ലാത്ത ചേലക്കര, 20,000 വോട്ടിൽ കുറഞ്ഞ് 28 വർഷമായി ജയിച്ചിട്ടില്ലാത്ത ചേലക്കരയിൽ നിങ്ങൾ ജയിക്കുന്നത്, ആ ജയം ഒരു മിന്നുന്ന വിജയമാണ്. അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക്, അവിടെ എനിക്ക് ഒരു കാര്യം കൂടി അങ്ങയുടെ മുമ്പിലേക്ക് വെക്കാനുള്ളത്, ഒന്ന്, ഇത് 8.5 വർഷം കഴിഞ്ഞ് ഒരു ഇടതുമുന്നണി സർക്കാർ തുടർച്ചയായി ഭരണത്തിലിരിക്കുമ്പോൾ നടക്കുന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പ്, ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. ഒന്ന്, അത് കഴിഞ്ഞ് നിങ്ങൾ കനത്ത രീതിയിലുള്ള പ്രചരണമൊക്കെ നടത്തിയതിന് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ്. ഒന്നത്. രണ്ടാമത്, ഈ 2021 തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നമ്മൾ നോക്കണം. അതൊരു പ്രത്യേകതയുള്ള തെരഞ്ഞെടുപ്പ് ഫലമാണ്. ഒന്ന്, ഇടതുമുന്നണി ഭരണ തുടർച്ചയിലേക്ക് വരുന്നു. 2, ആ തെരഞ്ഞെടുപ്പിൽ മിക്കവാറും മണ്ഡലങ്ങളിലൊക്കെ ഇടത് പ്രതിനിധികൾ ജയിച്ചിരിക്കുന്നത് 5 അക്ക ഭൂരിപക്ഷത്തിലാണ്. വെറും സാധാരണ ഭൂരിപക്ഷമല്ല, അതൊരു ചരിത്രപരമായ അവസ്ഥയായിട്ടാണ് ഞാൻ നിരീക്ഷിച്ചപ്പോൾ കണ്ടത്. 64ഓളം മണ്ഡലങ്ങളിൽ 5 അക്ക ഭൂരിപക്ഷത്തിലാണ് മിക്കവാറും ഇടത് MLA-മാരെല്ലാം വിജയിച്ചിരിക്കുന്നത്. അത് ചേലക്കരയിലും പ്രതിഫലിച്ചിട്ടുണ്ട്. മുമ്പില്ലാത്തതാണ്.
ചേലക്കരയിൽ ഇതിലൊരു പ്രശ്നമുണ്ട്. പറയൂ. ഞാൻ തുടക്കം തൊട്ടേ അത് പറഞ്ഞു. 28 വർഷക്കാലത്തിന് ഇപ്പുറത്ത് നിങ്ങൾ 20,000-ൽ താഴെ ഭൂരിപക്ഷത്തിൽ ആ മണ്ഡലത്തിൽ പോയിട്ടില്ല. ചേലക്കരയിൽ നേരത്തെ ഉണ്ടായിരുന്ന നിങ്ങളുടെ മുൻ മന്ത്രി, അതിനു മുമ്പ് ഇപ്പോൾ ജയിച്ചിരിക്കുന്ന UR പ്രദീപ്, അതിനു മുമ്പ് വീണ്ടും അദ്ദേഹം തന്നെ, പിന്നീട് UR പ്രദീപ്, അങ്ങനെ 96-ന് ശേഷം UR പ്രദീപ് ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ പാർലമെന്റേറിയൻ ആവട്ടെ, ആരും 20,000-ൽ താഴെ വോട്ടിന് ജയിച്ചിട്ടില്ല. മൂന്നാമത്തെ കാര്യം അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക് അല്ല, ഒരു കാര്യം കൂടി കേൾക്കൂ. ഒരു കാര്യം കൂടി കേൾക്കൂ. വർഷക്കാലമായി CPM മാത്രം ജയിക്കുന്ന ഒരു മണ്ഡലം മധ്യ കേരളത്തിൽ. വസന്ത് ഒരു കാര്യം കൂടി കേൾക്കൂ. അതായത് നമ്മൾ ഈ ആന്റി ഇൻകംബൻസി നോക്കുന്നത് ഈ ഭരണത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് വീണ്ടും ആ സീറ്റിലേക്ക് വരാനാകുന്നുണ്ടോ എന്നത് പരിശോധിച്ചുകൊണ്ടാണ്. വോട്ടിൻ്റെ കണക്ക് നോക്കുന്നത് ഈ 2-3 സ്ഥാനങ്ങളുള്ളവരുടേതാണ്. വേണമെങ്കിൽ താങ്കൾ സെഫോളജിയുടെ സയൻസ് എടുത്തു വെച്ച് പരിശോധിക്കൂ. ജയിച്ച ആളുകൾക്ക്, അതും 5 ഭൂരിപക്ഷത്തിൽ ജയിച്ച ആളുകൾക്ക് വോട്ടിൻ്റെ ശതമാനം നിങ്ങൾക്ക് കൗതുകത്തിന് നോക്കാമെന്നുള്ളതല്ലാതെ വോട്ടിൻ്റെ എണ്ണം പരിശോധിക്കുന്നത് 2-3 സ്ഥാനങ്ങളിലായ ആളുകളുടേതാണ്. ബാക്കി ജയിച്ച ആളുകൾ ആ സീറ്റിലേക്ക് വന്നു, നിങ്ങൾക്ക് അവരെ തോൽപ്പിക്കാനായില്ല. അതിന് 5 ഇരട്ടി വോട്ടിന് ജയിച്ചാലും, രാഹുൽ മാങ്കൂട്ടത്തിൽ 5 ഇരട്ടി, തൊട്ട് മുമ്പുള്ള ഷാഫിയേക്കാൾ 5 ഇരട്ടി വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. അദ്ദേഹവും MLA ആണ്, UR പ്രദീപും MLA ആണ്. രണ്ടുപേരും അവിടെ പോയാൽ ആരാണ് ഭരണപക്ഷത്തിൻ്റെ MLA? UR പ്രദീപാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിപക്ഷത്താണ്, എത്ര ഭൂരിപക്ഷം കിട്ടിയെന്ന് പറഞ്ഞാലും. അപ്പോൾ അവിടെ രണ്ടാമതും മൂന്നാമതും നിൽക്കുന്ന ആളുകളുടെ വോട്ടിന്റെ എണ്ണം അത് വെച്ചിട്ടാണ് നമ്മൾ എത്രത്തോളം ജനം ആരെ എന്ന് നോക്കുക. എത്രയോ ഇലക്ഷൻ റിസർച്ചുകൾ നടത്തിയിട്ടുള്ള ആളാണ് ഡോക്ടർ ലാൽ. അങ്ങ് കണ്ണടച്ച് ഇരുട്ടാക്കുമ്പോൾ എനിക്ക് അങ്ങയോട് സഹതാപമാണെന്ന് തോന്നുന്നു. നോക്കൂ ഡോക്ടർ ലാൽ, പാലക്കാട് കഴിഞ്ഞ തവണ ഫോട്ടോ ഫിനിഷിലേക്ക് പോയൊരു മണ്ഡലമാണ്. അതൊരു സ്വിംഗ് സീറ്റ് ആയിരുന്നു. BJP ഭയം ആ സീറ്റിൽ നിലനിന്നിരുന്നു. BJPക്ക് ജയിക്കാനാവുന്ന A+ കാറ്റഗറി മണ്ഡലമായി അവരുടെ ദേശീയ നേതൃത്വം അടയാളപ്പെടുത്തിയ ഒരു മണ്ഡലം. ആ മണ്ഡലത്തിൽ 6 ഇരട്ടി ഭൂരിപക്ഷത്തിന്, 1-2 6 ഇരട്ടി ഭൂരിപക്ഷത്തിന് ആ സ്വിംഗ് സീറ്റിനെ ഒരു സേഫ് ആൻഡ് സെക്യൂർ സീറ്റാക്കാൻ UDFന് സാധിച്ചു. ഇനി അതിനെ A+ കാറ്റഗറി മണ്ഡലമാക്കി പറയാൻ പോലും BJPക്ക് സാധിക്കുന്നില്ല. നോക്കൂ, ഞങ്ങൾ ഈ 3 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. വയനാട് മാറ്റി നിർത്തിയേക്കൂ, അത് ലോക്സഭാ മണ്ഡലമാണ്. അങ്ങ് പറയുന്നത് പോലെ 2 നിയമസഭാ മണ്ഡലം. ഒരിടത്ത് ഞങ്ങൾ ജയിച്ചിരുന്ന 3000-ൽ ചില്ലറ വോട്ടിൽ നിന്ന് 6 ഇരട്ടി ഭൂരിപക്ഷത്തിൽ 18,000 വോട്ടിൽ ഞങ്ങൾ ജയിക്കുന്നു. മറ്റൊരിടത്ത് നിങ്ങൾ ജയിച്ചു, നല്ല കാര്യം, UR പ്രദീപിന് അഭിനന്ദനങ്ങൾ. പക്ഷേ അവിടെ നിങ്ങൾ 39,600 വോട്ടിന് ജയിച്ചിടത്ത് നിന്ന് 4-3 ഭൂരിപക്ഷം കുറഞ്ഞ് 12,000 വോട്ടും ജയിക്കുന്നു. പ്രാക്ടിക്കലായി സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ ചിന്തിച്ചാൽ നിങ്ങളുടെ വോട്ടുകൾ കുറയുകയാണ് ഉണ്ടായത്. എന്താ സംശയം? അതും ചേലക്കര പോലെ ഒരു ഇടത് കോട്ടയിൽ 28,000 വോട്ട് കുറയ്ക്കാൻ സാധിച്ചാൽ അത് ശരി, നിങ്ങൾക്കത് പറയാം. നിങ്ങൾക്കത് പറയാനുള്ള എല്ലാ അവകാശവും ഉണ്ട്, നിങ്ങൾക്കത് നിരീക്ഷിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. ഞാനത് കേൾപ്പിച്ചു. പക്ഷേ അതിനകത്ത് ഇങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട് എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടിയതാണ്. പക്ഷേ അതേസമയം BJPയുടെ വോട്ടുകൾ കുറഞ്ഞത് വലിയ കാര്യമാണ്. അപ്പോഴും ഞാൻ താങ്കളോട് ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് ഞാൻ BJPയുടെ കാര്യത്തിലേക്ക് പോകാം. ഈ പാലക്കാട് നിങ്ങൾ 4 ഇരട്ടി വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ അടുത്ത 1.5 വർഷം കഴിഞ്ഞ് ഇവിടെ വലിയ യുദ്ധം നടത്തി വീണ്ടും ഭരണ തുടർച്ച ഇല്ലാതാക്കാൻ നോക്കുന്ന ഒരു മുന്നണിയാണല്ലോ. നിങ്ങൾ എങ്ങനെ പാലക്കാട് വിജയിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് മറുഭാഗത്തു നിന്ന് വരുന്നത്. അതുകൂടി ഒന്ന് പറഞ്ഞു പോകണമല്ലോ. അവിടെ നിങ്ങൾക്ക് ഈ വോട്ടുകൾ കിട്ടിയതിന് ഒരു മതേതര വോട്ടുകളല്ല, അതിന് SDPIയുടെ, ജമാഅത്തെ ഇസ്ലാമിയുടെ, RSSൻ്റെ ഒക്കെ വോട്ടുകൾ നിങ്ങൾ അത് സ്വരൂപിച്ച് നേടിയെടുത്ത വിജയം എന്നുള്ളതാണ്. അതിനൊരു ക്ലിയറായ, ഒരു പ്യുവറായ ഒരു മതേതര വോട്ട് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് അവകാശപ്പെടാനാകില്ല എന്നാണ്. അതേസമയം ചേലക്കരയിൽ അവർ അങ്ങനെയുള്ള വോട്ടുകൾ വേണ്ട എന്ന് പറഞ്ഞ് നേടിയ വോട്ടാണ്, അത് പ്യുവർ സെക്യുലർ വോട്ടുകൾ എന്നും അവർക്ക് പറയാൻ പറ്റുന്നു. തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കൃത്യമായി എല്ലാ തെരഞ്ഞെടുപ്പിലും പറയുന്നുണ്ട്, ഒരു വർഗീയവാദിയുടെ വോട്ടും ഞങ്ങൾക്ക് ആവശ്യമില്ല. അതിൽ RSS വിടും, അതിൽ SDPI വിടും, അല്ലാതെ ഇനം തിരിച്ചു പറയാൻ അത് പെടുമെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാനാകും? അത് പെടുമെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാനാകും? അവർ പറയുന്നത്, RSS പറയുന്നത് ഞങ്ങൾ വർഗീയവാദികളല്ല, SDPI പറയുന്നു ഞങ്ങൾ വർഗീയവാദികളല്ല. അപ്പൊ നിങ്ങൾ പേരെടുത്ത് പറയണം, SDPIയുടെ വോട്ട് വേണ്ട, RSSന്റെ വോട്ട് വേണ്ട എന്ന് പേരെടുത്ത് പറയണം. അങ്ങേക്ക് സംശയമുണ്ടോ? ഞാൻ അറിയാൻ പോരല്ലോ, അവരറിയണ്ടേ? ഞാൻ അറിയാൻ പോരല്ലോ, അവരറിയണ്ടേ?
ഡോക്ടർ ലാൽ SDPI ഏതെങ്കിലും പഞ്ചായത്തിൽ UDF ഭരണം പങ്കിടുന്നുണ്ടോ? കോട്ടാങ്കൽ മുതൽ പത്തനംതിട്ട നഗരസഭ അടക്കം എത്ര പഞ്ചായത്തുകൾ, എത്ര നഗരസഭകൾ LDF SDPI ഭരണം പങ്കിട്ടതിന് ചരിത്രം ഞാൻ പറയാം. അവർ ഭരണം പങ്കിടുന്നുണ്ടോ? അവരുടെ ഭരണത്തിന്റെ അവരുടെ സഹായം വേണ്ടാന്ന് ഈ CPM എഴുതി കൊടുത്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ദിവസങ്ങൾ ആ അധികാരത്തിൽ ഇരുന്ന് വിവാദമായ ശേഷം നോക്കൂ, അങ്ങ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങളുടെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ CPI നേതാവ് ഇന്ന് പറഞ്ഞിട്ടുണ്ട്, മതം തിരിച്ച് മതാടിസ്ഥാനത്തിൽ പരസ്യം കൊടുത്തത് രാഹുലിന് പ്രയോജനപ്പെട്ടു, രാഹുലിന് ഒരു രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കി, അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന്. CPIക്ക് എന്താണ് നിങ്ങളുടെ ഉത്തരം? CPI പാലക്കാട് ജില്ലാ കമ്മിറ്റിക്ക് എന്താണ് നിങ്ങളുടെ ഉത്തരം? അല്ല, അത് ഞാൻ ചോദിക്കാം. അപ്പോഴും നിങ്ങൾ ഈ SDPയുടെ വോട്ട് വേണ്ട അല്ലെങ്കിൽ RSSന്റെ വോട്ട് വേണ്ട എന്ന് പറയാത്തത് നിങ്ങൾക്ക് ഇപ്പോൾ തിരിച്ചടിയായില്ല. അതല്ലേ നിങ്ങളുടെ ഫലം വന്നപ്പോഴേക്കും ആദ്യം ആഹ്ലാദിച്ച് പ്രകടനം നടത്തിയത് SDPI ആയത്? അതിലൊരു പ്രശ്നമുണ്ട് ഡോക്ടർ ലാൽ. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കൃത്യമായി പറഞ്ഞു, ഒരു വർഗീയവാദിയുടെ വോട്ട് വേണ്ട, ഞങ്ങൾക്ക് കൈക്ക് പിടിച്ച് വോട്ട് ചെയ്യില്ലെന്ന് പറയാൻ പറ്റുമോ? വർഗീയവാദിയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ, വർഗീയവാദിയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ഞാൻ വർഗീയവാദിയാണ് എന്ന് സമ്മതിക്കുന്ന ആരുണ്ട് സാർ? നിങ്ങൾ ആളുടെ പേര് വെച്ച് പറയണ്ടേ, നിന്റെ വോട്ട് എനിക്ക് വേണ്ട, നീ വർഗീയവാദിയാണെന്ന് പറയണ്ടേ? ഞങ്ങൾ കൃത്യമായി ഇത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ പറയുന്നത്, ഡോക്ടർ ലാൽ അടക്കമുള്ളവർ പറയുന്നത് SDPI നടത്തിയ പ്രകടനത്തെ പറ്റിയാണ്. നോക്കൂ, BJP ആജന്മ ശത്രുവായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സംഘടന, നേരെ തിരിച്ച് അവരും അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ സംഘടന ജയിക്കാൻ സാധ്യതയുള്ള ഒരിടത്ത് അവർ തോക്കുന്ന കാണുമ്പോൾ സ്വാഭാവികമായ ഒരു പ്രകടനം അവർ നടത്തി കാണും. ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ SDPI പ്രകടനം നടത്തണ്ട? ജമാഅത്തെ ഇസ്ലാമി ഇല്ല, അവർ പറഞ്ഞിട്ടുണ്ട് SDPയുടെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് SDPയുടെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. അവർ മാന്യത കൊണ്ടാണ് ആ കാര്യം പുറത്തു പറയാത്തത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. രണ്ട്, നിങ്ങൾ വെൽഫെയർ പാർട്ടിയുമായി നിങ്ങളുടെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നതിന്റെ ഫോട്ടോയൊക്കെ പുറത്തു വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എന്താണ്? വെൽഫെയർ പാർട്ടി നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ലേ? ഇതിനു മുമ്പ് ജമാഅത്തെ ഇസ്ലാമി CPMന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ലേ? നോക്കൂ, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ BJP വോട്ട് ചെയ്തില്ലേ രാഹുൽ മാങ്കൂട്ടത്തിന്? BJPക്ക് മുമ്പ് കിട്ടിയിരുന്ന വോട്ട് ഞങ്ങൾക്ക് കിട്ടിയതുകൊണ്ടാണല്ലോ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾക്ക് കടന്നു കയറാൻ സാധിക്കുന്നത്. 6000 വോട്ടിന് ശ്രീധരൻ ലീഡ് ചെയ്തിരുന്ന 4ാം ഘട്ടത്തിൽ ഞങ്ങൾ 600 വോട്ടിലേക്ക് ആ ലീഡിനെ ഇടിച്ചത് BJP വോട്ടുകൾ ഞങ്ങൾക്ക് കിട്ടിയോണ്ടാണ്. BJPക്കും വോട്ട് ചെയ്ത ആളുകൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യും, അല്ലെങ്കിൽ CPMന് വോട്ട് ചെയ്യും. അതിലൊന്നും അത്ഭുതമൊന്നും കൊണ്ടിട്ട് കാര്യമൊന്നുമില്ല. അതൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതേസമയം കൃത്യമായ RSSന്റെ കേഡർ വോട്ടുകളുണ്ട്. ആ വോട്ടുകൾ കിട്ടാൻ വേണ്ടി നിങ്ങൾ സന്ദീപ് വാര്യരെ കൂടെ നിർത്തി ഒരു പാലം പോലെ RSSും കോൺഗ്രസും തമ്മിൽ ഒരു പാലം ഇട്ടു എന്നാണ് CPM നേതാക്കൾ ഇപ്പോൾ പറയുന്നത്. അല്ലാതെ നിങ്ങൾ BJPക്ക് കൂടെ കിട്ടിയ വോട്ടുകൾ നിങ്ങൾക്ക് കിട്ടിയതിനെ കുറിച്ചല്ല. RSSന്റെ കേഡർ വോട്ടുകൾ നിങ്ങൾക്ക് ചെയ്തു, അതൊരു പാലമിട്ട് സന്ദീപ് വാര്യറിലൂടെ നിങ്ങൾക്ക് അവസാനം കിട്ടി. SDPയുടെയും വെൽഫെയർ പാർട്ടിയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ വോട്ടുകൾ അല്ലാതെ നിങ്ങൾ നേടി. ഇതെല്ലാം ഔദ്യോഗികമായി നിങ്ങൾ ചർച്ച ചെയ്ത് നേടിയെടുത്തു എന്നാണ് പറയുന്നത്. നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അത് CPM നേതൃത്വം പറഞ്ഞോട്ടെ. ഡോക്ടർ ലാലിനെ പോലെ ഒരു ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റ് അത് പറയരുത്. നോക്കൂ, ഞാനത് പറയാതിരിക്കണമെങ്കിൽ നിങ്ങളെങ്കിലും സമ്മതിക്കണ്ടേ? നിങ്ങൾ പറയണ്ടേ ഞങ്ങൾക്ക് ആ വോട്ട് വേണ്ടാന്ന്? പോസിബിൾ അല്ലല്ലോ. 1-2 സ്ഥാനങ്ങളിൽ നിൽക്കുന്ന പാർട്ടികൾ, പ്രത്യേകിച്ച് 3000-ൽ ചില്ലറ വോട്ടിന്റെ മാത്രം വ്യത്യാസത്തിൽ നിൽക്കുന്നവർ, രണ്ടുപേരും ജയിക്കാൻ സാധ്യതയുള്ളവർ, അവർ തമ്മിൽ ധാരണ നടത്തുമെന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്നവർ വിശ്വസിക്കുമോ? അല്ലെങ്കിൽ അതൊരു സാധ്യമാണോ? 3ാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിക്ക് 2ാം സ്ഥാനത്ത് നിങ്ങൾക്ക് ആ ചീത്തപ്പേര് നേരത്തെ തന്നെ നിങ്ങളിൽ നിന്ന് പുറത്തു പോയ ആളുകൾ, സരിന് അല്ലെങ്കിൽ ഷാനിബ് അല്ലെങ്കിൽ ഒരുപാട് പേർ നിങ്ങളിൽ നിന്ന് പുറത്തു പോയവരുണ്ടല്ലോ, അവരുൾപ്പെടെ നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് പോയത് എന്താണ്? നിങ്ങൾ ഈ ആറന്മുളയിൽ നിന്ന് പാലക്കാട് വഴി വടകര വഴി തൃശ്ശൂരിലേക്കിട്ട ഒരു ഡീലിൻ്റെതായ ഒരു പരിപാടിയുണ്ട്, അതാണ് ഈ പാലക്കാട് നടക്കാൻ പോകുന്നതെന്നാണ്. ഇപ്പോഴാണ് അത് എന്താണെന്ന് വ്യക്തമാകുന്നതെന്നാണ് CPM പറയുന്നത്. ഈ ആറന്മുള ഭാഗത്തു നിന്ന് ഒരു സ്ഥാനാർത്ഥി പാലക്കാടേക്ക് വരുന്നു, പാലക്കാടുള്ള അവിടുത്തെ MLA രാജിവെച്ച് നേരെ MP ആയി വടകരയ്ക്ക് പോകുന്നു, വടകരയിൽ നിന്നുള്ള ഒരു MP രാജിവെച്ച് അല്ലെങ്കിൽ അദ്ദേഹം അടുത്ത സ്ഥാനാർത്ഥി അവിടെ തുടർന്നാകാതെ തൃശ്ശൂരിലേക്ക് വന്ന് നിൽക്കുന്നു, തൃശ്ശൂരിൽ അദ്ദേഹത്തെ തോൽപ്പിക്കുന്നു, അവിടെ BJP ജയിക്കുന്നു. ഇങ്ങനൊരു ഡീൽ ഉണ്ടായിരുന്നോ? ഇതാണിപ്പോൾ സംശയമാകുന്നത്. അല്ല, അങ്ങേക്ക് സരിന്റെ വാക്കുകളെയാണ് വിശ്വാസമെങ്കിൽ ഇന്ന് രാവിലെ മറ്റൊരു ചാനലിൽ സരിൻ പറഞ്ഞിട്ടുണ്ട്, പാലക്കാട് 30,000-ഓളം വരുന്ന
മുസ്ലിം വോട്ടുകളിൽ 50% വോട്ടിനെ സ്വാധീനിക്കുന്നത് SDP ആണെന്ന്. അങ്ങനെ ഒരു വാദം അങ്ങേക്കുണ്ടോ? എനിക്ക് ഏതായാലും ഇല്ല. SDP അത്രമാത്രം മുസ്ലിം വോട്ടുകളെ സ്വാധീനിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് RSSന്റെ ഭാഷയാണ്. സരിൻ പറയുന്നതിന് എല്ലാത്തിനെയും വിശ്വാസത്തിൽ എടുത്താൽ ഇതിനെ നമ്മൾ വിശ്വാസത്തിൽ എടുക്കണം. അത് തലേദിവസം സരിൻ പറഞ്ഞത് 70,000 വോട്ട് കിട്ടി ജയിക്കുമെന്നാണ്. എവിടെയാണ് അവസ്ഥ ഉണ്ടായത്? 800 വോട്ടാണ്. അപ്പൊ SDP-യുടെ വോട്ട് എത്രയാണ്? ശരിക്കും SDP-യുടെ വോട്ട് എത്രയാണ്? നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അല്ല, ഞങ്ങൾക്കറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ പറയൂ. ഒരുമിച്ച് പഞ്ചായത്തുകൾ ഭരിക്കുന്നവർക്ക് അറിയാമായിരിക്കുമല്ലോ. ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു കൃത്യമായ ഞാൻ എവിടെയാണ് പോയി പഞ്ചായത്തുമായിട്ട് ഭരിക്കുന്നത്? വരാം വസന്ത് സിറിയക്ക് ഞാൻ വരാം. ഷാബു പ്രസാദിലേക്ക് ഒന്ന് പോട്ടെ. ഷാബു പ്രസാദ്, ഈ പാലക്കാട്ടെ BJP-യുടെ അവസ്ഥയാണ് ഏറ്റവും പരിതാപകരമായിട്ടുള്ള കാര്യം. അതാണ് ഇന്ന് കേരളത്തിൽ അടുത്ത 2026 പോകാൻ പോകുന്ന രാഷ്ട്രീയം എന്ത് എന്ന പരിശോധനയിൽ ചർച്ചയായി വരുന്നത്. പാലക്കാട് ഇത്തവണ BJP രണ്ടാമതെങ്കിലും ആയി നിന്നിരുന്നുവെങ്കിൽ, അത് രണ്ടാമതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ ഈ ശ്രീധരൻ്റെ വോട്ടുകൾ പിടിച്ച് രണ്ടാമത് അതുപോലെ നിന്നിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു വലിയൊരു മത്സരം കാഴ്ചവെച്ചു എന്നത് ഫീൽ ചെയ്യിപ്പിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ഈ ചോദ്യം ഒഴിവാക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. BJP-യിലുള്ള ആളുകൾ തന്നെ പറയുന്നു, N ശിവരാജനെ പോലെയുള്ള ആളുകൾ തന്നെ പറയുന്നു, K സുരേന്ദ്രനോ ശോഭാ സുരേന്ദ്രനോ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ഒരു വോട്ടിനെങ്കിലും ജയിച്ചേനെ എന്ന്. കൃഷ്ണകുമാർ വന്നത് ശരിയായില്ല എന്ന്. BJP-ക്ക് പാലക്കാട്ടെ സ്ഥാനാർത്ഥിത്വം വലിയ പ്രശ്നമായോ? 2026 ഇനി പഴയ BJP ആ ആവേശത്തോടു കൂടി ഇല്ലേ? എന്താണ് സംഭവിക്കുന്നത്? ലാലെ, പാലക്കാട് BJP ഉപതെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതിൻ്റെ കാര്യകാരണങ്ങളും അതിൻ്റെ ഗൗരവമായി തന്നെ ആ പാർട്ടി വിലയിരുത്തണം. BJP-യുടെ ബേസ് വോട്ട് എന്ന് പറയുന്നത് ഏകദേശം 40,000 വോട്ടാണ് അവിടെ ഉള്ളത്. അത് BJP-ക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ബേസ് വോട്ടുകൾ മാത്രം, കേഡർ വോട്ടുകൾ മാത്രം പോരാ. അതിന് നിഷ്പക്ഷ വോട്ടുകൾ കൂടി, അങ്ങനെയുള്ള വോട്ടുകൾ കൂടി കിട്ടണം. ആ കിട്ടുന്നതിൽ BJP-ക്ക് ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട്, BJP-ക്ക് ലഭിച്ചിട്ടില്ല. അത് ആ പാർട്ടി വിലയിരുത്തട്ടെ. അതായത് BJP-യുടെ അടിസ്ഥാന വോട്ടുകൾക്കോ BJP-യുടെ സംഘടനാ ബേസിനോ ഒന്നും അവിടെ ഒരു കുഴപ്പവും വന്നിട്ടില്ല. സംഘടനയ്ക്ക് കിട്ടേണ്ട ഒരു 4,000 വോട്ടുകൾ കൂടി പോയിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് പഠിക്കണം എന്നാണ് സുരേന്ദ്രൻ തന്നെ പറഞ്ഞത്. ആയിക്കോട്ടെ, അത് പഠിക്കട്ടെ. എന്തായാലും BJP-യുടെ അടിത്തറയ്ക്കൊന്നും അവിടെ ഒന്നും ഒരു കുഴപ്പവും വന്നിട്ടില്ല. പക്ഷെ എൻ്റെ ഇവിടെ ചോദ്യം അതല്ല. BJP ഇന്ന് വരെ പാലക്കാട്ട് വിജയിച്ച ഒരു കക്ഷിയല്ല, വിജയിച്ചിട്ടേ ഇല്ല. അസംബ്ലിയിൽ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നു. എന്നാൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അവസാനം 2006 മുതൽ 2011 വരെ അവിടുന്ന് ജയിച്ചു വന്നത് CPM ആണ്. ഏറ്റവും കൂടുതൽ തവണ 57 മുതലുള്ള തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ തവണ അത് UDF-ൻ്റെ ഒപ്പമാണ് നിന്നിട്ടുള്ളതെങ്കിലും 5-ലധികം തവണ 5 പ്രാവശ്യം CPM ജയിച്ച മണ്ഡലമാണത്, പാലക്കാട് മണ്ഡലം. ആ പാലക്കാട് മണ്ഡലത്തിൽ സ്വന്തം പ്രവർത്തനത്തിൻ്റെ സംഘടനയുടെ അടിത്തറ മുഴുവൻ തകർന്ന് 3-ാം സ്ഥാനത്ത് പോയി അവിടെ നിൽക്കാൻ ഒരു സ്ഥാനാർത്ഥിയെ പോലും കിട്ടാതെ കോൺഗ്രസിൽ നിന്ന് ചാടി വന്ന ഒരു സ്ഥാനമോഹിയെ പാർട്ടി ചിഹ്നത്തിൽ പോലും മത്സരിപ്പിക്കാനാവാതെ ഗതികെട്ട് തകർന്നു നിൽക്കുന്ന ഒരു CPM-ന്റെ ചിത്രം കൂടെ ഇവിടെ ഒന്ന് കാണാം. വളരെ നന്നായി തന്നെ താങ്കൾ CPM-നോട് ചോദിക്കേണ്ട ഒരു ചോദ്യത്തെ വളരെ നന്നായി താങ്കൾ ഒരു അവതാരകന്റെ മികവോടുകൂടി തന്നെ താങ്കൾ ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് CPM-ോട് ചോദിക്കേണ്ട ഒരു ചോദ്യം നന്നായി ഫ്രെയിം ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു അവതാരകൻ എന്നുള്ളതിലേക്ക് ചോദിക്കേണ്ട ചോദ്യമാണ്. അത് താങ്കൾ അവിടെ അവതരിപ്പിച്ചു. ഞാനത് പ്രകാശ് മാഷോട് ചോദിക്കാം. പക്ഷേ ഞാൻ താങ്കളെ ക്ഷണിച്ചിരിക്കുന്നത് BJP-യുടെ അവസ്ഥ ഒന്ന് വിലയിരുത്താനാണ്. താങ്കൾ ഒരു വലത് നിരീക്ഷകൻ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ പാലക്കാട്ടെ സ്ഥിതി മാത്രമല്ല, കേരളത്തിൽ 2026 BJP എങ്ങനെ പെർഫോം ചെയ്യാൻ പോകുന്നു എന്നുള്ളത് നോക്കുമ്പോൾ ഇപ്പോൾ കേൾക്കുന്ന വാർത്തകളിൽ K സുരേന്ദ്രൻ എന്ന BJP അധ്യക്ഷൻ്റെ അവസ്ഥ തന്നെ വല്ലാത്ത പരുങ്ങലിലാണെന്ന് കേൾക്കുന്നു. N ശിവരാജൻ ഉൾപ്പെടെയുള്ളവർ പാലക്കാട് നിന്ന് ഉയർത്തിവിടുന്ന ചോദ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നു. സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനുമൊക്കെ ആയിരുന്നെങ്കിൽ ഈ ഗതി വരില്ല എന്ന് പറയുമ്പോൾ BJP-യിൽ മുമ്പ് കേൾക്കാത്തൊരവസ്ഥ, K സുരേന്ദ്രൻ്റെ നേതൃത്വത്തിന് ഒരു വെല്ലുവിളി അതുണ്ടായിരിക്കുകയാണോ? ഇപ്പോൾ കലാപമാണോ അവിടെ? K സുരേന്ദ്രൻ ഇത് 2ാമത്തെ ടൈമാണ് പ്രസിഡന്റ് ആയിരിക്കുന്നത്. ഒരു വ്യക്തിക്ക് 2 ടൈമിൽ കൂടുതൽ തുടർച്ചയായി ഇവിടെ അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കാൻ കഴിയില്ല എന്നുള്ളത് BJP-യുടെ ഭരണഘടനയിലുള്ളതുമാണ്. സുരേന്ദ്രൻ്റെ 2ാമത്തെ ടൈമിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. സുരേന്ദ്രൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്.
അത് BJPയുടെ സിസ്റ്റമാണ്. ഇതിനു മുമ്പ് വി മുരളീധരനാണ് 2 പ്രാവശ്യം തുടർച്ചയായിട്ട് ഇരുന്നിട്ടുള്ളത്. ഇപ്പോൾ സുരേന്ദ്രന്റെ 2019 ആണ് സുരേന്ദ്രൻ പ്രസിഡന്റ് ആയത്. ഇനിയിപ്പോൾ ഇനിയും കഷ്ടിച്ച് ഒരു വർഷത്തിൽ താഴെ സുരേന്ദ്രന്റെ 2ാമത്തെ കാലാവധി തീരാനുള്ളൂ. സുരേന്ദ്രൻ മാറുക തന്നെ ചെയ്യും. അതായത് പാലക്കാട്ടെ സ്ഥിതിവിശേഷം വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നു. പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം അതിൽ ഇടപെട്ട് തുടങ്ങിയിരിക്കുന്നു. സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ അവിടെ ഇടപെട്ടതിന് പരിഹാരമുണ്ടാകാൻ പോകുന്നു. വി മുരളീധരൻ തന്നെ കെ സുരേന്ദ്രന് എതിരായിരിക്കുന്നു. അദ്ദേഹവും സുരേന്ദ്രനെ മാറ്റാനുള്ള കാര്യത്തിൽ മുമ്പിൽ നിൽക്കുന്നു. അത് താങ്കൾ പറഞ്ഞ മറ്റൊരു ഭാഷയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ടേം തീരാൻ പോകുന്നു, അതുകൊണ്ട് പുറത്താകുന്നു എന്നുള്ളതിന് പകരം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പാലക്കാട്ടെ പരാജയത്തിൽ അദ്ദേഹം നടപടിയിലേക്ക് വരാൻ പോകുന്നു എന്നാണോ? അല്ല, പാലക്കാട്ടെ പരാജയം എന്ന് പറയുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിലെ പരാജയമാണ്. ഇനിയും തെരഞ്ഞെടുപ്പുകളിൽ BJP പരാജയപ്പെടുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്രയും കാലത്തെ സംഘടനാ ചരിത്രത്തിൽ ഒരേ ഒരു തവണ ഒരു MLA മാത്രമാണ് BJPക്ക് ഉണ്ടായിട്ടുള്ളത്. ഈ കഴിഞ്ഞ തവണ ഒരു MP-യും. ബാക്കിയുള്ള തവണ മുഴുവനും BJP പരാജയപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. തോറ്റു വളർന്ന് വരുന്ന കക്ഷിയാണ് BJP. പക്ഷേ പാലക്കാട് ക്ഷണിച്ചു വരുത്തിയ ഒരു പരാജയമാണ്. പാലക്കാട്ടെ സ്ഥാനാർത്ഥി ഇതാവരുത് പലരും പറഞ്ഞു. അവിടുത്തെ ജില്ലാ കമ്മിറ്റിയെയും അവിടുത്തെ തെരഞ്ഞെടുപ്പ് സമിതിയെയും ഒക്കെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് പാലക്കാട്ടുകാരെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ എടുത്ത നിലപാടിന്റെ ഫലമായിട്ടുണ്ടായ ശക്തിയുണ്ട് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നതിൽ വളരെ സന്തോഷമുള്ള. ഷാബു പ്രസാദ് ഒന്ന് കേൾക്കൂ. BJPയെ സംബന്ധിച്ചിടത്തോളം ഷാബു പ്രസാദ് ഒന്ന് കേൾക്കൂ. അതായത് പാലക്കാട് അവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകളെ എല്ലാം നോക്കുകുത്തികളാക്കിക്കൊണ്ട് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടവരെ ഒന്നും പരിഗണിക്കാതെ, അവർ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ, സംസ്ഥാന ഘടകം കെ സുരേന്ദ്രൻ ഉൾപ്പെടെ എടുത്ത തനിഷ്ടപ്രകാരം എടുത്ത നടപടിയുടെ ഫലമായിട്ട് കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കി, അതുകൊണ്ട് പരാജയപ്പെട്ടു എന്നാണ് ശിവരാജൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരിക്കുന്നത്. BJPയില് അങ്ങനെ തന്നിഷ്ടപ്രകാരം ഒരു സംസ്ഥാന അധ്യക്ഷന് തീരുമാനമെടുക്കാനൊന്നും കഴിയില്ല. അത് BJPയുടെ സ്ട്രക്ചറിനെ പറ്റി നിങ്ങൾക്ക് വലിയ ബോധമില്ലാത്തതുകൊണ്ടുള്ള പറച്ചിലാണ്. അല്ല, അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. അദ്ദേഹം കൂടെ ചേർന്നെടുത്ത തീരുമാനങ്ങളിലൊന്നാണത്. അതായത് അദ്ദേഹം ഡിഫറൻ്റ് ആയിട്ടൊരു അഭിപ്രായം പ്രകടിപ്പിച്ചുവെങ്കിലും സംഘടനാ തീരുമാനം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ആ തീരുമാനത്തിന്റെ ഭാഗമാണ്. ഇപ്പോൾ ശരി, അങ്ങനെയുള്ള ആ തീരുമാനം പഴിച്ചു പോയിന്നോ അല്ലെങ്കിൽ മറ്റൊന്നായിരുന്നുവെങ്കിൽ ചേച്ചി ഇങ്ങനെയൊക്കെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം BJPക്കകത്തുണ്ട്. അദ്ദേഹവും ഇപ്പോൾ ഈ കൃഷ്ണകുമാറിന് വേണ്ടിയിട്ട് അഹോരാത്രം പ്രവർത്തിച്ച ഒരു നേതാവാണ് അവിടെ. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നു. ഒരു സ്ഥാനാർത്ഥി നിർണയം, ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അദ്ദേഹം വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാകാം. അത് പക്ഷേ സംഘടന ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിന്റെ ഭാഗമാണ് അദ്ദേഹം. അല്ല, അതിനകത്ത് ഈ പാലക്കാട് ഇപ്പോഴുണ്ടായ റിസൾട്ടിലേക്ക് കാര്യങ്ങളെ നയിച്ചതിന് ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിന് പങ്കുണ്ടോ എന്നുള്ളതാണ്. അതായത് ഇവിടെ പറഞ്ഞു കേൾക്കുന്ന ഡീലിൽ ഈ ആറന്മുളയിൽ നിന്ന് പാലക്കാട് നിന്ന് വടകരയിൽ നിന്ന് തൃശ്ശൂർ, അതായത് തൃശ്ശൂരിൽ BJP ജയിച്ച ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നു. അത് ഏതെങ്കിലും തരത്തിൽ ഈ പാലക്കാട് ഇപ്പോൾ രണ്ടായി നിൽക്കുന്ന ഘടകങ്ങളിൽ ഒരു ഘടകത്തിൻ്റെ സഹായത്തോടു കൂടി ഈ ഗുണമുണ്ടാവുകയും ആ ഘടകത്തിന് ഇപ്പോൾ വലിയ ഇടപെടൽ നടത്താൻ പറ്റാത്തത് കൊണ്ട് അവിടെ BJP പരാജയപ്പെട്ടു പോവുകയും അവിടെ മറ്റേ ഘടകത്തിൻ്റെ ഇഷ്ടപ്രകാരം സന്ദീപ് വാര്യരെ കൂടെ കൊണ്ടുവന്ന് മറ്റേ ഘടകം പ്രവർത്തിച്ചതിൻ്റെ ഫലമായി അവിടെ UDFന് ഗുണമുണ്ടാകുകയൊക്കെ ചെയ്തു എന്നൊക്കെയുണ്ട്. വലിയ പഠിക്കലുകൾ വേണോ അവിടെ? എൻ്റെ പൊന്നില്ലാലെ, ചാനലിനും അവതാരകനും രാഷ്ട്രീയമൊക്കെ ഉണ്ടാവുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ച് നട്ടപ്രാന്താവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടമാണ്. ഇത് നാട്ടുകാർ കണ്ടോണ്ടിരിക്കുകയാണെന്നുള്ള ബോധമെങ്കിലും. അവിടെ തൃശ്ശൂര് BJPയുടെ ഏറ്റവും ദേശീയ തലത്തിലുള്ള മുഖ്യ ശത്രു ആരാണ്? കോൺഗ്രസ് ആണ്. അവിടെ BJPക്ക് ഒരു സീറ്റ് കുറയുമെങ്കിൽ കുറയട്ടെ, ഒരു സീറ്റെങ്കിലും കുറഞ്ഞാൽ അങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന ഒരു കക്ഷിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ആ കോൺഗ്രസ് അവിടെ BJPയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കും. അതേപോലെ പാലക്കാട്ട് 1, 2 സ്ഥാനങ്ങളിൽ ഇവിടെ ബഹുമാനപ്പെട്ട വസന്ത് പറഞ്ഞല്ലോ എന്നൊക്കെ പറയുക എന്നൊക്കെ പറഞ്ഞാലുണ്ട്.
അത് ഇത് ഞാൻ പറയുന്നതല്ല, അതാ ഞാൻ ഇത് പറഞ്ഞത്. ഞാൻ പറയുന്നതല്ല. അവതാരകന് വട്ടായി എന്നൊക്കെ താങ്കൾക്ക് പറയാം. ഇവിടെ പാർട്ടിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവർ വിളിച്ച് പറയുന്നതാണ് ഈ ഡീലിനെ കുറിച്ച്. അതിലെ ഒരു സംശയമുള്ളത് ഈ സന്ദീപ് വാര്യരെ RSSന്റെ പ്രതിനിധിയായി കോൺഗ്രസിലേക്ക് അയച്ചിരിക്കുകയാണെന്ന് നമുക്ക് സംശയം തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഇത് മറ്റുള്ളവർ പറയുന്നതുകൊണ്ട് മാത്രമല്ല. സന്ദീപ് വാര്യർക്ക് വേണ്ടി ശിവരാജൻ ഉൾപ്പെടെയുള്ളവർ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. RSSന്റെ നേതാവ് ജയകുമാർ ഉൾപ്പെടെയുള്ളവർ സന്ദീപ് വാര്യരുടെ വീട്ടിൽ പോയി രഹസ്യമായി സംസാരിക്കുന്നു. അദ്ദേഹം അടുത്ത ദിവസം കോൺഗ്രസിൽ പോകുന്നു. കോൺഗ്രസിൽ പോയിട്ട് അദ്ദേഹം സംസാരിക്കുന്നത് എന്താണ്? ഈ ജയകുമാറിൻ്റെ സംഘടനയ്ക്ക് ഈ സ്ഥലം എഴുതി കൊടുക്കാമെന്നൊക്കെയാണ്. ഇത് എന്തുതരം ഏർപ്പാടാണ് സാർ? ഡീലല്ലാതെ കോൺഗ്രസിൽ നിന്ന് RSSുമായിട്ട് ഈ പരിപാടിയൊക്കെ നടക്കും? അതായത് പാർട്ടിയിൽ നിന്ന് വിട്ടുപോയവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ കണക്കുകൾ നിരത്തിയാലുണ്ടല്ലോ, ഇവിടെ പ്രകാശൻ ഇവിടുന്ന് എഴുന്നേറ്റ് ഓടേണ്ടി വരും. ഇവിടെ പണ്ട് ഓരോരുത്തർ പറഞ്ഞ കാര്യങ്ങൾ അവസാനം AP അബ്ദുള്ളക്കുട്ടി വരെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ പാർട്ടിയിൽ നിന്ന് ME രാഘവന്, AP അബ്ദുള്ളക്കുട്ടി, ഇങ്ങനെയുള്ളവരൊക്കെ, ബെർലിൻ കുഞ്ഞനന്ദൻ നായർ, നമുക്കൊന്ന് തുടങ്ങി കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ അത് കൈ നിൽക്കില്ല ലാലേ. അത് വിട്. ശരി. താങ്കളുടെ ആ ഭീഷണി കേട്ട് ഞാൻ പേടിച്ച് ഞാൻ അടുത്ത ആളിലേക്ക് പോവാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശരി. ശ്രീ ജേക്കബ് ജോർജ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും കൂടി പറഞ്ഞ് വെക്കാൻ ശ്രമിക്കുന്നത് ഒരു ആൻറ്റി ഇൻകംബൻസി, ഭരണവിരുദ്ധത സംസ്ഥാനത്ത് ഉണ്ട് എന്ന് പറയാനൊക്കെ ആയിരുന്നല്ലോ ശ്രമമൊക്കെ. അതങ്ങ് ഏഷ്യോ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ തരംഗമാണ്, പിണറായി വിജയന് വലിയ ഭീഷണിയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം എന്നൊക്കെ പറയാനുള്ള എന്തെങ്കിലും ഉണ്ടോ ഇപ്പോൾ? ഇല്ലാലെ, സാധാരണ ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എവിടെയാണെങ്കിലും, കേന്ദ്രത്തിലാണെങ്കിലും സംസ്ഥാനങ്ങളിലാണെങ്കിലും പഞ്ചായത്തിലാണെങ്കിൽ പോലും, ഇപ്പം പാലക്കാട് കോർപ്പറേഷൻ, അതിന് മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ അവിടെ BJP ഭരിക്കുന്ന സ്ഥലമാണ് നഗരസഭ. അവിടുത്തെ ഭരണത്തെക്കുറിച്ച് വരെ ഇപ്പോൾ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അവിടെ പോലും ആ നഗരസഭയുടെ ഭരണത്തിനെതിരെയുള്ള ഒരു വിധിയെഴുത്തായിട്ട് ചിത്രീകരിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടാവുന്ന ഒരാരോപണമാണ്, ഒരു പ്രചാരണ ആയുധമാണ്, സംശയമൊന്നുമില്ല. അത് കേരളത്തിൽ പ്രതിപക്ഷം വളരെ ശക്തമായിട്ട് ഉപയോഗിച്ചു, എല്ലാ തെരഞ്ഞെടുപ്പിലും ഉപയോഗിച്ചിട്ടുണ്ട്, പുതുപ്പള്ളിയിൽ പോലും അത് ഉപയോഗിച്ചു. അതാണ് എൻ്റെ രസകരമായ കാര്യം. ഇവിടെ ചേലക്കരയിൽ CPM നേടിയതൊരു വലിയ വിജയമാണ്. ഈ ഒരു വശത്ത് കോൺഗ്രസ് വലിയ നേട്ടം നേടി, വയനാട് പ്രിയങ്ക ഗാന്ധി ആണെങ്കിൽ പോലും ഇത് പിടിച്ചടക്കുന്നു. പാലക്കാട്ട് ഇങ്ങനെ തുല്യാതുല്യം നിന്നിരുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ബാലൻസ് അട്ടിമറിച്ചിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെയധികം മുന്നേ പോകുന്നു. അതേപോലെ തന്നെ ചേലക്കരയിൽ അവിടുത്തെ സ്ഥാനാർത്ഥി, CPMൻ്റെ സ്ഥാനാർത്ഥി അതിഗംഭീരമായൊരു വിജയം നേടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഞാൻ കാണുന്ന ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത്, കേരളത്തിൽ രണ്ട് ശക്തികൾ, ഞാൻ ഈ വേദിയിൽ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, രണ്ട് ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് കേരളത്തിൽ 1957 മുതൽ നടക്കുന്നത്. 57, 60, 67, 65, 67 അങ്ങനെ വരികയാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പുകൾ. അത് പിന്നീടൊരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നിടവിട്ടുള്ള കൃത്യമായ ഇടവേളകളിൽ അധികാരം പിടിക്കാൻ CPMനും കോൺഗ്രസിനും ഇടതുമുന്നണിക്കും ഐക്യജനാധിപത്യ മുന്നണിക്കും കഴിഞ്ഞിരുന്നു എന്ന കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കട്ടെ. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ മാത്രം കേരളത്തിൽ CPM ഭരണത്തുടർച്ച നേടി, ഇടതുമുന്നണി ഭരണത്തുടർച്ച നേടി, പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ഭരണത്തുടർച്ച നേടി വീണ്ടും മുഖ്യമന്ത്രിയായി അവിടെ വന്ന് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രധാനമായിട്ടും ഉപതെരഞ്ഞെടുപ്പുകളുടെ പ്രധാന ഘടകമാണ്. കേരളത്തിൻ്റെ ജനവിധി എങ്ങോട്ട്, ജനങ്ങളുടെ മനസ്സിലിരിപ്പ് എങ്ങോട്ട് എന്ന് പറയാൻ അതിൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട ഘടകം ഇടതുമുന്നണിക്ക് അവകാശപ്പെടാൻ ഞങ്ങൾക്ക് എതിരെ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിലും പാർട്ടി സെക്രട്ടറി ആണെങ്കിലും പറഞ്ഞതിൻ്റെ അകത്തൊരു രാഷ്ട്രീയമുണ്ട്. ഞങ്ങൾക്കെതിരെ ഒരു ജനവിധിയില്ല, ഞങ്ങൾക്ക് അനുകൂലമായ ജനവിധിയാണ് ഉണ്ടായത്. അത് ചേലക്കരയിൽ സ്പഷ്ടമാണ്. പ്രതിപക്ഷത്തിന് അങ്ങനെയും പറയാം. പക്ഷെ ഞാൻ കാണുന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വീണ്ടും തുല്യമായ ഒരു ബാലൻസിങ് പൊസിഷനിൽ നിന്നുകൊണ്ട് ഈ ശക്തികൾ രണ്ടും ഏറ്റുമുട്ടുമ്പോൾ ബഹുമാനപ്പെട്ട ഷാബു പ്രസാദിൻ്റെ പാർട്ടി എവിടെ എന്നുള്ളൊരു ചോദ്യം കൂടി ഇവിടെ വിലയിരുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പാലക്കാട്ടെ കാര്യമാണ് ഞാനീ പറയുന്നത്.
പാലക്കാട്ട് ആ ഒരു കാര്യം കൂടി ജനങ്ങൾ വിധിച്ചിട്ടുണ്ട്. അവിടെ BJP വെറും ഒരു 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 കാഴ്ചക്കാരനായിട്ട് മാറി. 3ാം സ്ഥാനം എന്നുള്ളതല്ല, അവരുടെ എ ക്ലാസ് സീറ്റായിരുന്നു. നേരത്തെ വസന്ത് പറഞ്ഞതാണത്. എ ക്ലാസ് സീറ്റായിരുന്നു BJPയുടെ. ആ എ ക്ലാസ് പോയിട്ട് ജനങ്ങളുടെ പരിഗണനയിൽ പോലും BJP ഇല്ല എന്ന അവസ്ഥയാണ് അവിടെ വന്നിരിക്കുന്നത്. വീണ്ടും എനിക്ക് പറയാനുള്ളത്, കേരളത്തിൽ 2 തുല്യ ശക്തികൾ ഏറ്റുമുട്ടുമ്പോൾ അതിനിടയ്ക്കൊരു സ്പേസ് കിട്ടാൻ വേണ്ടി, ഒരിടം കിട്ടാൻ വേണ്ടി BJP ഇതുവരെയും നടത്തിക്കൊണ്ടിരുന്ന പോരാട്ടം ഇനിയും എത്ര കാലം തുടരേണ്ടി വരും എന്നൊരു ചോദ്യചിഹ്നം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വെച്ചിരിക്കുന്നത്. അവിടെയാണ് ഞാൻ കോൺഗ്രസിൻ്റെ വിജയത്തെ കുറച്ച് കാണിക്കാനോ അതിൻ്റെ മാറ്റ് കുറയ്ക്കാനോ താല്പര്യപ്പെടുന്നില്ല ലാൽ. ഞാൻ പറയുന്നത് അത് വലിയ വിജയം തന്നെയാണ്. കാരണം BJPയെ പുറകോട്ട് തള്ളി വലിച്ചിട്ടിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വളരെയധികം മുന്നോട്ട് പോകാൻ കഴിയുന്നുള്ളത് വളരെ വലിയ നേട്ടമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ജേക്കബ് ജോർജ്, അതിനകത്ത് കോൺഗ്രസിന്റെ വിജയിച്ച ആരെയും നമ്മൾ തള്ളി പറയുന്നില്ല. അവർക്ക് അനുമോദനങ്ങൾ അവകാശപ്പെട്ടതാണ്. പക്ഷേ അതിനകത്ത് CPM പറയുന്നത്, ഇടതുപക്ഷം പറയുന്നത് പാലക്കാട് ഇത്തരത്തിലൊരു ഒരു കൂടിച്ചേരൽ ഉണ്ടായിട്ടാണ്, ഒരു മഴവിൽ സഖ്യമാണ് അവിടെ അവർക്ക് വിജയമുണ്ടാക്കി കൊടുത്തതെന്ന് പറയുമ്പോൾ അവർക്ക് അത് നിഷേധിക്കാൻ പറ്റാത്തതിന് കാരണം ആദ്യത്തെ ആഹ്ലാദ പ്രകടനം വന്നത് SDP-യുടെ കൊടി പിടിച്ചുകൊണ്ടാണ്. അവിടെ ആ SDP-യുമായിട്ട് ഔദ്യോഗിക ചർച്ച നടത്തിയെന്ന് അവരുടെ നേതാക്കൾ പറയുന്നു. അവരുടെ വോട്ട് വേണ്ട എന്ന് ഒരക്ഷരം പോലും ഒരു സ്ഥാനാർത്ഥിയും തെരഞ്ഞെടുപ്പിന് മുമ്പ്, സ്ഥാനാർത്ഥി മാത്രമല്ല ഒരു നേതാക്കളും പറഞ്ഞിട്ടില്ല. എന്നാൽ CPM അത് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ആ കിട്ടിയ വോട്ടുകളെല്ലാം ആ മതേതര വോട്ടാണെന്ന് അവർക്ക് അവകാശപ്പെടുകയും ചെയ്യാം. അത് ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്. അല്ല, അത് ശരിയാണ്. അതിനകത്ത് 2 വശമുണ്ട്. ഒന്ന്, ഒരു സ്ഥാനാർത്ഥിയോ ആ സ്ഥാനാർത്ഥിയുടെ പാർട്ടിയോ ആരൊക്കെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നു, കഴിയുന്നിടത്തോളം വോട്ട് പെട്ടിയിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവരുടെ ലക്ഷ്യം. ആരാണ് നമുക്ക് വോട്ട് ചെയ്യുന്നത്, ആരാണ് ചെയ്യാതിരിക്കുന്നത്, ഇന്ന വോട്ട് വേണമെന്നൊന്നും ആരും തെരഞ്ഞെടുപ്പിൻ്റെ മുഖത്ത് നിന്ന് പറയുകയില്ല. പക്ഷേ ഇവിടെ SDP-ഐ കേരളത്തിലൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിൽ മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എത്ര ശക്തമായിട്ടാണ് SDP-ഐ പോലെയുള്ള വർഗീയ പാർട്ടികൾക്കെതിരെ മുമ്പ് അണിനിരന്നിട്ടുള്ളത്. MK മുനീർ മുതൽ KM ഷാജി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വളരെ ശക്തമായ പരസ്യ പ്രചാരണവും പ്രകടനവും വളരെയധികം നീക്കങ്ങളും നടത്തിയിട്ടുണ്ട് ഇത്തരം വർഗീയ സംഘടനകൾക്കെതിരെ എന്നുള്ളത് ഓർക്കേണ്ട കാര്യം തന്നെയാണ്. നമുക്ക് ഉദാഹരണം ഇഷ്ടം പോലെ പറയാം. ലീഗിൻ്റെ പാണക്കാട് ശിഹാബ് തങ്ങൾ അദ്ദേഹം എടുത്തിട്ടുള്ള ധീരമായ നിലപാടുകൾ അതൊക്കെയും മതേതര രാഷ്ട്രീയത്തിന് അനുകൂലമായ നിലപാടുകളായിരുന്നു. കേരള സമൂഹത്തിൽ സമാധാനം കൊണ്ടുവരാൻ വളരെ സഹായിച്ച നിലപാടുകൾ തന്നെയായിരുന്നു, യാതൊരു സംശയമില്ല. പക്ഷേ ഇവിടെ SDP-യെ കൂട്ടുപിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആത്മഹത്യാപരമായിരിക്കും. അങ്ങനെ ചെയ്യാനുള്ള ധൈര്യം കോൺഗ്രസിനെ പോലൊരു ദേശീയ ജനാധിപത്യ മതേതര പാർട്ടിക്ക് കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസിന് അത് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നേയില്ല. പക്ഷേ അതിനകത്ത് അത് അല്ലാതെ തെളിയിക്കാൻ അവർക്ക് ഇതുവരായില്ല. ശ്രീ ജേക്കബ് ജോർജ്, ഒരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ, അതായത് ഇത്തരം ഒരു തെരഞ്ഞെടുപ്പിൽ അവരുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുന്നതിനാണ് അവർ ഈ സ്ട്രാറ്റജി ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് കോൺഗ്രസിൻ്റെ മൊത്തം സ്ട്രാറ്റജി അതാണോ, അതോ അവിടെയുള്ള ചില ആളുകളുടെ മാത്രം പറഞ്ഞു കേൾക്കുന്നത് പോലെ ഒരു ചെറിയ ഗ്രൂപ്പിൻ്റെ മാത്രം നേതൃത്വ നിരയിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ച ആളുകളുടേത് മാത്രമാണോ എന്നുള്ളത് വിലയിരുത്തേണ്ടതുണ്ട്. അത് അങ്ങേക്ക് ഞാൻ വിടുന്നു. അപ്പോൾ അത് തന്നെയാണോ അവർ ഇനി 2026 പോകുമ്പോൾ ഇങ്ങനെ പോയാൽ ചേലക്കര പോലെയുള്ള ഇടത് കോട്ടകളെ, കഴിഞ്ഞ 2021 ഈ കോട്ടകൾ എൻ്റെ കണക്കിൽ ഒരു 70-ന് മുകളിലോളം ഉണ്ട്, 5 അക്കത്തിൽ കൂടുതലുള്ള ഭൂരിപക്ഷം നേടിയ കോട്ടകൾ. ആ കോട്ടകളെയൊക്കെ അവർ തന്നെ വിട്ടുകൊടുത്ത് പോവുകയാണെങ്കിൽ അതിൻ്റെ സൂചനയാണ് ഈ കാണുന്നതെങ്കിൽ അവരുടെ 2026 പെർഫോമൻസും എന്താകും? അല്ല, അത് നമുക്കിപ്പോഴേ പറയാൻ പറ്റില്ല. പല ഘടകങ്ങളുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഒരു വർഷത്തിലധികം കിടക്കുന്നു. ഇത് നമ്മളെ പാലക്കാട് തിരഞ്ഞെടുപ്പ് മാത്രം വെച്ചുകൊണ്ട് കേരളം അങ്ങോളം ഇങ്ങോളമുള്ള 140 മണ്ഡലങ്ങളിലെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കും എന്ന് പ്രവചിക്ക വയ്യ. ഇപ്പം കഴിഞ്ഞ ലോക്സഭാ സീറ്റ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ നിലപാട് എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞ് അധികം താമസിക്കാതെ 6 മാസം കഴിയുന്നതിന് മുമ്പാണ് ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നത്. അവിടുത്തെ നിലപാടും കണ്ടതാണ്, ചേലക്കര ഉദാഹരണം. അപ്പോൾ അത് വെച്ചിട്ട് അതൊരു സൂചികയല്ല. ശരിക്കും ജനങ്ങളുടെ ഇപ്പം ഭരണവിരുദ്ധ വികാരം എന്നുള്ളതുണ്ടല്ലോ. ഭരണവിരുദ്ധ വികാരം ഇനിയും ഉണ്ടാവാൻ കൂടാം.
പക്ഷേ ശ്രീ അതേ- ജേക്കബ് ജോർജ്, ചേലക്കര LDF-ന് നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു. അല്ല. നമ്മളിത് പറയൂ. അല്ലല്ല, ചേലക്കര നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ അയ്യോ അത് ശക്തമായിട്ട് VD സതീശൻ ചക്രവർത്തി യോഗമായിരുന്നേനെ. ഇത് VD സതീശന് ചക്രവർത്തി യോഗം എന്നൊക്കെ കേട്ടിട്ടില്ലേ ലാലേ? അതാകുമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. ഞാൻ കേട്ടത് ചക്രവർത്തി ആകുമല്ലോ, ഞാൻ എന്ന ഭാവങ്ങളെ, അതാണ് ഞാൻ കേട്ടത്. മറിച്ച് BJP പാലക്കാട്ട് ജയിച്ചിരുന്നെങ്കിലോ? അതും കൂടി നമ്മൾ നോക്കണം. പാലക്കാട്ട് കോൺഗ്രസ് തോറ്റിരുന്നെങ്കിൽ, കോൺഗ്രസ് സ്ഥാനാർത്ഥിയോടെ പരാജയപ്പെട്ടിരുന്നെങ്കിൽ സതീശൻ ഇന്ന് ഈ കോൺഗ്രസ് നേതൃസ്ഥാനത്ത് ഉണ്ടാവുമായിരുന്നില്ല. അതും കൂടി നോക്കണം. അതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതൊരു ഇച്ചിരി കടുത്ത കൈയാണ്. പക്ഷേ സതീശന് ഭയങ്കര ഭീഷണി ഉണ്ടാകുമായിരുന്നു. ഇന്നിപ്പോൾ സതീശന് ആ ഭീഷണിയില്ല. ശരി. VD സതീശന് ആ ഭീഷണിയില്ല. കാരണം പാലക്കാട് തിരിച്ചു പിടിച്ചു. ചേലക്കര പിടിക്കാൻ ആഗ്രഹിച്ചു, പക്ഷേ അത് നടന്നുമില്ല. അതാണ് എൻ്റെ രാഷ്ട്രീയം. ശരി, ശ്രീ പ്രകാശൻ മാസ്റ്റർ, ഞാൻ അവിടെ നിന്ന് തുടങ്ങാം. അതായത് പാലക്കാട് പിടിച്ചത് കൊണ്ട് VD സതീശന് ഭീഷണിയില്ല എന്ന് പറയുന്നു. പക്ഷേ ചേലക്കരയാണ് യഥാർത്ഥ രാഷ്ട്രീയ യുദ്ധം നടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിടത്ത് അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ പാളിപ്പോയിട്ടുണ്ട് എന്ന് ഇന്ന് വാർത്തകൾ അവിടെ നിന്ന് വരുന്നുണ്ട്. അവിടെയുള്ള കോൺഗ്രസ് ലോക്കൽ നേതാക്കളൊക്കെ സ്ഥാനാർത്ഥിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെ കേൾക്കുമെന്നുള്ളത് അറിയില്ല. അപ്പോൾ ആ നിലയ്ക്ക് ചേലക്കരയിൽ നിങ്ങളുടെ വിജയം പ്രതിപക്ഷത്തിന് ഒരിളക്കവും ഉണ്ടാക്കുന്നില്ല എന്ന് കാണുന്നതിന് നിങ്ങളെങ്ങനെയാണ് നിരീക്ഷിക്കുക? കോൺഗ്രസിനകത്ത് സമീപകാലത്തായിട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന പടലപിണക്കങ്ങൾ അവർക്ക് തന്നെ ഒരു കാരണവശാലും മറച്ചു വെക്കാൻ വേണ്ടി കഴിയുന്നതല്ല. ഇപ്പോൾ സന്ദീപ് വാര്യരുടെ കോൺഗ്രസിനകത്തുള്ള കടന്നുവരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് ഏറ്റവും ശക്തമായ നിലയ്ക്ക് എതിർത്തിട്ടുള്ളത് മുരളീധരനാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെട്ട് അത് അംഗീകരിക്കാതിരുന്നതിൻ്റെ പേരിൽ കോൺഗ്രസിൽ നിന്ന് എത്ര പേര് രാജിവെച്ചു ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എന്നുള്ളതും നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ VD സതീശൻ്റെ ഈ അപ്രമാദിത്വത്തിനെതിരായിട്ട് വലിയ നിലക്കുള്ള പഠനപടക്കങ്ങൾ കോൺഗ്രസിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ ഇതിനകം വന്നിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പോട് കൂടി ആരംഭിക്കുന്നതോ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കൊണ്ട് അവസാനിക്കുന്നതുമായിട്ടുള്ള ഒന്നല്ല. പിന്നെ വലിയ മുന്നേറ്റം ഇവിടെ ഉണ്ടാക്കിയെന്ന് പറയുന്നത് എന്താ അടിസ്ഥാനമുള്ളത്? ഇവിടെ പാലക്കാട് നിങ്ങൾ പരിശോധിക്കുമ്പോൾ നേരത്തെ തന്നെ പാലക്കാട് 54,079 വോട്ടുകൾ കോൺഗ്രസിനുണ്ടല്ലോ. അവിടെയാണ് ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ തന്നെ SDPI, അതുപോലെ സകല വർഗീയ പാർട്ടികളുമായിട്ടുള്ള വെൽഫെയർ പാർട്ടി അടക്കമുള്ള എല്ലാ പാർട്ടികളുമായിട്ട് യോജിപ്പുണ്ടാക്കാൻ അവർ മുന്നോട്ടേക്ക് വന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ തൃശ്ശൂരിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. 86,000 വോട്ടുകൾ കോൺഗ്രസിന് കുറയുന്നു. ഏതാണ്ട് അതിനടുത്ത വോട്ടുകൾക്ക് BJP ജയിക്കുന്നു. LDF-ൻ്റെ വോട്ട് കുറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല 6,000-ലേറെ വോട്ടുകൾ LDF സ്ഥാനാർത്ഥിക്ക് ഇവിടെ വർദ്ധിച്ചു എന്നുള്ളത് നമുക്കെല്ലാം കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ തൃശ്ശൂരിൽ എങ്ങനെയാണ് അവിടെ ഈ പറയുന്ന സുരേഷ് ഗോപി ജയിച്ചത് എന്നുള്ളത് രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കോൺഗ്രസിൻ്റെ വോട്ടുകൾ കിട്ടിയിട്ടാണ് അദ്ദേഹം ജയിച്ചത് എന്നുള്ളത് കണക്കുകൾ വെച്ചുകൊണ്ടെന്ന് പറയാൻ വേണ്ടി കഴിയല്ലോ. ഇവിടെ എന്താണ് ഇരിക്കുന്നത്? പാലക്കാട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP കിട്ടിയിരിക്കുന്ന വോട്ട് 50,220 ആ വോട്ടാണ് കുത്തനെ കുറഞ്ഞിട്ട് 39,549 അത് ആ വോട്ട് ആർക്കാണ് പോയിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് പറയാൻ അവർക്ക് ബാധ്യതയില്ലേ? പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിൽ 4 കോടി രൂപ ഞങ്ങൾ ഷാഫി പറമ്പിൽ കൊടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നത് BJP അധ്യക്ഷനാണ്. ഒരക്ഷരം ഉരിയാടാൻ ഇവർക്കുണ്ടായോ? പണം കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഒരുപാട് തെളിവുകൾ ഈ തെരഞ്ഞെടുപ്പിനാണല്ലോ മുന്നോട്ടേക്ക് വന്നത്. കോൺഗ്രസിൻ്റെ ഒരുപാട് നേതാക്കന്മാർ 9-ലേറെ ആ മണ്ഡലമാകെ അറിയുന്ന നേതാക്കന്മാർ രാജിവെച്ചത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്താണല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തോ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു, അത് പറയാൻ വേണ്ടി കഴിയില്ല. നേരത്തെ 55,000 വോട്ടുകൾ അവർക്കുണ്ട്. ഇപ്പോഴ് 58,389 വോട്ടേ കിട്ടിയിട്ടുള്ളൂ. ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി, SDPI, വെൽഫെയർ പാർട്ടി, BJP-ക്കകത്തുള്ള ഒരു സെറ്റ് ഇവരെല്ലാം വോട്ട് വാങ്ങിയിട്ട് പോലും ഇത്രയേ വോട്ടുകൾ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളത് സൂചിപ്പിക്കുന്നത് UDF ഒരു കാരണവശാലും ശക്തിപ്പെട്ടു എന്നല്ല, UDF കുറെ കൂടി ദുർബലപ്പെട്ടു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അവിടെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും 3 പഞ്ചായത്തുകൾ ഭരിക്കുന്ന UDF ആണല്ലോ. ആ പഞ്ചായത്തുകളിൽ ഇപ്പോൾ LDF-ന് മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു. മറുപടി പറയണ്ടേ എന്തുകൊണ്ട് എന്ന്? ഞാൻ ആദ്യം പറഞ്ഞത് തിരുവല്ലാമല പഞ്ചായത്തിനകത്ത് അവർ 3ാമത്തെ കക്ഷിയായിട്ട് മാറിയിരിക്കുന്നു. പറയണ്ടേ എന്തുകൊണ്ടുണ്ടായി എന്ന്? വലിയ മുന്നേറ്റം ഉണ്ടാക്കി എന്ന് പറയാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് സാധിക്കുക? ഈ തെരഞ്ഞെടുപ്പ് LDF-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ തെരഞ്ഞെടുപ്പ് ഈ ഗവൺമെൻറ്റിൻ്റെ അതിനെ സംബന്ധിക്കുന്ന വിലയിരുത്തലായിരിക്കും എന്ന് പറഞ്ഞ് ഞങ്ങളല്ല പറഞ്ഞിരിക്കുന്ന UDF-ന് ആളുകളാണ്. എന്താ ഇപ്പോൾ പരിശോധിച്ച് കാണാൻ വേണ്ടി കഴിയുക? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 18 സീറ്റിൽ തോറ്റത്, 19 സീറ്റിലും തോറ്റിരിക്കുന്നത് LDF ഗവൺമെൻറ്റിൻ്റെ ഭരണ പരാജയമാണ് എന്നാണല്ലോ ഇവരെല്ലാം പറഞ്ഞിരിക്കുന്നത്.
അങ്ങനെയാണെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൻ്റെ ഫലവുമായി ബന്ധപ്പെട്ടല്ലേ ഇതിനെ താരതമ്യം ചെയ്യേണ്ടത്? അങ്ങനെ പരിശോധിക്കുമ്പോൾ ചേലക്കരയിൽ നിങ്ങൾ കാണാൻ വേണ്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ 4459 വോട്ട് LDF അധികം കിട്ടിയിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചാവട്ടെ അവർക്ക് ലോക്സഭയുമായി താരതമ്യം ചെയ്യുമ്പോൾ 2569 വോട്ട് കുറവാണ്. അത് കൃത്യമായ നിലക്ക് പരിശോധിക്കാൻ അവർക്ക് സാധിക്കേണ്ടതല്ലേ? അതുപോലെ തന്നെ പാലക്കാട് നമുക്ക് വലിയ നിലക്കുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതല്ലേ? ഇവിടെ 2021 പാലക്കാട് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് 36,433 ലോക്സഭയിൽ 34,640 നിലവിൽ അത് 2 വർദ്ധിപ്പിച്ച് 37,293 വോട്ട് ഞങ്ങൾ കിട്ടിയല്ലോ. അപ്പോൾ ഞങ്ങൾ പുറകോട്ട് പോയി എന്നിങ്ങനെ പറയാൻ വേണ്ടി കഴിയുക? ചേലക്കരയിലുണ്ടായ മുന്നേറ്റത്തെ സംബന്ധിച്ച് ഞാനിവിടെ പറഞ്ഞു. അപ്പോൾ LDFന് ജനങ്ങളുടെ പിന്തുണ നല്ലതുപോലെ വർദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാ മാധ്യമങ്ങളും അതുപോലെ കോൺഗ്രസും BJPയും ലീഗും എല്ലാം പാടുപെട്ടിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ ഭരണം തങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. അതല്ലേ ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീ പ്രകാശ് മാസ്റ്റർ, ഒരുപക്ഷെ അത് UDFനും അറിയാവുന്ന കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. UDFന് ആ കാര്യം അറിയാവുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് UDF പഴയ ശക്തിയോടുകൂടി ഭരണവിരുദ്ധ വികാരമുണ്ട്, പിണറായി വിജയൻ രാജിവെക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് ഒന്ന് പറയാൻ വേണ്ടി പറഞ്ഞതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷെ ഒരു കാര്യം, ഇപ്പോൾ ഡീലിൻ്റെ കാര്യം എന്തായെന്ന് VD സതീശൻ ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ പാലക്കാട് BJP ജയിക്കണ്ടേ അങ്ങനെയാണെങ്കിൽ എന്നാണ്. പക്ഷേ ഷാനിബൊക്കെ പറഞ്ഞതനുസരിച്ച് നോക്കുമ്പോൾ ഈ പാലക്കാട് നിന്ന് ഒരാൾ വടകരയിലേക്ക് പോകുന്നു രാജിവെച്ചിട്ട്, വടകരയിൽ നിന്ന് മുരളീധരനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുന്നു, തൃശ്ശൂരിൽ BJPയുടെ വിജയമാണ് ഡീല് എന്നാണ് ഷാനിബൊക്കെ പറഞ്ഞു കേട്ടത്. ശരിക്കും ഡീലിൻ്റെ കാര്യം ഇപ്പോഴാണോ വ്യക്തമാകുന്നത്? ഈ കാര്യങ്ങളെല്ലാം കൂടി കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ ശരിക്കും ഈ പാലക്കാട് വടകര തൃശ്ശൂർ ഡീൽ ഇതാണോ ഡീലിൽ നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്? അല്ല, ഇതിൽ BJPക്കും കോൺഗ്രസിനും പരസ്പരം വോട്ടുകൾ മാറുന്നതിന് ഒരു പ്രയാസമില്ലെന്ന് വടകരയിലെ തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ്. കോൺഗ്രസും ലീഗും BJPയും ഒറ്റക്കെട്ടായിട്ട് സ്ഥാനാർത്ഥി നിർത്തിയ കാര്യം നമ്മൾ കണ്ടതാണ്. ഇവിടെ തൃശ്ശൂരിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിൻ്റെ വോട്ട് 86,000 വോട്ടുകൾ കുറയുമ്പോഴാണ് ഇവിടെ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വോട്ട് കുറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല 6,600 വോട്ട് തൃശ്ശൂരിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വർദ്ധിക്കുകയാണ് ചെയ്തത്. അവർ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഡീൽ ഉണ്ടെന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ളത്? ഇവിടെ ഞാൻ ചോദിക്കുന്നത് 11,000-ഓളം വോട്ടുകൾ BJPയുടെ വോട്ട് എവിടെ പോയി? അത് പറയണ്ടേ? ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ ശ്രീധരന് കിട്ടിയിരിക്കുന്ന വോട്ടുമായി താരതമ്യം ചെയ്യുമ്പോൾ 11,000-ഓളം വോട്ടുകൾ ഇത്തവണ BJP കുറഞ്ഞിരിക്കുന്നു. എന്താണ് കാരണം എന്നുള്ളത് പറയണ്ടേ? ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചാവട്ടെ അവർക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് ഈ പറയുന്ന ഡീലിൻ്റെ മേലെയാണെന്ന് പറഞ്ഞാൽ ഞങ്ങളല്ല. ഇപ്പോൾ ഷാനിബ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ആൾ രാജിവെക്കുമ്പോൾ പറഞ്ഞ എന്താണ്? അദ്ദേഹം കോൺഗ്രസ് രാജിവെക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഈ പറയുന്ന കോൺഗ്രസും അതുപോലെ BJPയും ഉണ്ടായിരിക്കുന്ന ഈ ഡീല് അത് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ്. അതിന് മേലെയാണല്ലോ ഒരാൾ മാത്രമല്ലല്ലോ, എത്ര പേരാണ്? 9ഓളം നേതാക്കന്മാരല്ലേ ഈ മണ്ഡലത്തിൽ മാത്രം രാജിവെച്ചിരിക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു കഴിഞ്ഞപ്പോൾ പകൽ വെളിച്ചം പോലെ കാണാൻ വേണ്ടി കഴിയുന്നത് BJPയുടെ 11,000-ഓളം വോട്ടുകൾ പോയിരിക്കുന്നു, കുറഞ്ഞിരിക്കുന്നു. ഇവർക്കാവട്ടെ നേരിയ വോട്ട് വർദ്ധിച്ചിരിക്കുന്നു. അവർ ഈ പറയുന്ന എല്ലാ വർഗീയ പ്രസ്ഥാനങ്ങളെയും ഒരു കേന്ദ്രമായിട്ട് UDF മാറുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ഇവിടെ ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു, ഇത് എല്ലാ വർഗീയതരെയും ഒരു യോജിപ്പാണ്. ഒരു ഭാഗത്ത് ഹൈന്ദവ വർഗീയതരെ വോട്ട് വാങ്ങുന്നു, മറുഭാഗത്ത് ജമാഅത്ത് ഇസ്ലാമി, SDPI, അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി അവരുടെ എല്ലാം വോട്ട് വാങ്ങുന്നു. ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വാശിയോടെ തെരഞ്ഞെടുപ്പിനെ കണ്ട ആളാണല്ലോ ഒരു ഭാഗത്ത് വിജയമുണ്ടാകുമ്പോൾ അവിടെ ആഹ്ലാദ പ്രകടനം നടത്തുക. ഇവിടെ കോൺഗ്രസ് ആണോ ആദ്യത്തെ ആഹ്ലാദ പ്രകടനം നടത്തിയത്? അവിടെ അല്ലല്ലോ. SDPI കോൺഗ്രസിന്റെ വിജയത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ശരി, 10,000 വോട്ടുകൾ മറിച്ചു തരാമെന്ന് ഷാഫിക്ക് വാക്ക് കൊടുത്തു എന്നെല്ലാമുള്ള ചർച്ചകൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായിട്ടുള്ളതല്ലേ? അതെ, കോൺഗ്രസ് അതിനാണ് മറുപടി പറയേണ്ടത്. കോൺഗ്രസിൽ നിന്ന് കൃത്യമായി മറുപടി കിട്ടാത്തത് ആ കാര്യത്തിലാണ്, SDPIയുമായുള്ള ബന്ധത്തിന്റെ കാര്യത്തിലാണ്. വസന്ത്, ഒരു പാലക്കാട് വിജയമുണ്ടാക്കി എന്നതുകൊണ്ട് 2026 സംസ്ഥാനം മുഴുവൻ നോക്കുന്ന തെരഞ്ഞെടുപ്പാണല്ലോ. അവിടെ ഈ SDPI ഒരു വശത്തും മറുഭാഗത്ത് RSSന്റെ ഒരു ഭാഗവും ഒക്കെ കൊണ്ട് മുന്നോട്ട് പോകാൻ UDFനാകുമോ? അല്ല, ഞങ്ങള് SDPIയുടെ RSSന്റെ വോട്ട് വാങ്ങുന്നില്ല. ഞങ്ങൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഇനി അവർ വോട്ട് ചെയ്യാൻ അനുകൂലമായി വോട്ട് ചെയ്യാൻ പോയാൽ കയ്യിൽ പിടിച്ച് വേണ്ട എന്ന് പറയാൻ നമ്മളെ കൊണ്ടുപറ്റില്ല. അപ്പോ മതേതരമായി ചിന്തിക്കുന്ന എല്ലാവരുടെയും ആര് പറഞ്ഞു സർ? മതേതരമായി ചിന്തിക്കുന്ന എല്ലാവരുടെയും വോട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്.
ഭരണവിരുദ്ധമായി ചിന്തിക്കുന്ന എല്ലാവരുടെയും വോട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ആ വോട്ട് സ്വീകരിക്കുകയും ചെയ്യും. അല്ല, അത് ആരൊക്കെയാണെന്ന് നിങ്ങൾ എസ് ഡി പിയുടെ പേര് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ RSSന്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അത് പറയില്ല എന്ന് തന്നെയാണോ ഇപ്പോഴത്തെയും തീരുമാനം? ഒരു വർഗീയവാദിയുടെ വോട്ട് വേണ്ട, മനസ്സിലായില്ലേ? അതിൽ കൂടുതൽ അല്ല, ആരൊക്കെ വരും? ഈ വർഗീയവാദി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന ഇന്ന പാർട്ടികളായിരിക്കും. വേറെ ചിലർ വിശ്വസിക്കുന്നത്, SDPക്കാർ വിശ്വസിക്കുന്നത് വേറെ ആളുകളെ ആയിരിക്കും, RSSകാർ വിശ്വസിക്കുന്നത് വേറെ ആളുകളെ ആയിരിക്കും. അവരുടെ ഒക്കെ വോട്ട് നിങ്ങൾക്ക് കിട്ടും. പാലക്കാട്ടെ ജനത്തിനും പൊതുജനത്തിനും അത് മനസ്സിലായത് കൊണ്ടാണല്ലോ ഞങ്ങൾ 18,000 വോട്ടിന് ജയിക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ ഞങ്ങൾ തോറ്റു പോകുമായിരുന്നല്ലോ. SDPയുമായിട്ടുള്ള ബാന്ധവം എന്നുള്ള പ്രചരണമൊക്കെ നിങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പേ ഉപയോഗിച്ചാണല്ലോ. പ്രകാശൻ മാസ്റ്റർ പറഞ്ഞു പോയത്, അതായത് തൃശ്ശൂരിൽ അദ്ദേഹം തട്ടിച്ചു നോക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പുമായി, പാലക്കാട് അദ്ദേഹം തട്ടിച്ചു നോക്കുന്ന മറ്റൊരു തെരഞ്ഞെടുപ്പുമായി ഒരു 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 എന്താ പറയുക, ഒരു മിനിമൽ സ്റ്റാൻഡേർഡ് ഓഫ് ഈ നമ്മുടെ കമ്പാരിസൺ എന്ന് പറഞ്ഞ സാധനം വേണ്ടേ? അരിയാഹാരമല്ലേ എല്ലാവരും കഴിക്കുന്നത്? ഞാനും അതെ, നമ്മളെല്ലാവരും, പ്രകാശ് മാസ്റ്ററും അങ്ങനെയല്ലേ? അപ്പോ ക്യാപ്സ്യൂളുകൾ രൂപത്തിൽ പറയുമ്പോൾ നമ്മൾ ഏത് തെരഞ്ഞെടുപ്പുമായാണോ ഒരു തെരഞ്ഞെടുപ്പിനെ തട്ടിച്ചു നോക്കുക? ഒന്നെങ്കിൽ റീസെന്റ് തെരഞ്ഞെടുപ്പുമായി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് അല്ല, നമുക്ക് അത്തരം സാങ്കേതികത്വം വിടാം. അത്തരം സാങ്കേതികത്വം വിടാം. ഇപ്പോൾ ജേക്കബ് ജോർജിനെ പോലെയുള്ള മാധ്യമ നിരീക്ഷകർ ഉൾപ്പെടെ ഈ കാര്യത്തിൽ അനുഭവ സമ്പത്തുള്ളവരാണ്. അവരൊക്കെ നിരീക്ഷിച്ചത് കണ്ടല്ലോ. ഇത്രയും കാലത്തെ തെരഞ്ഞെടുപ്പിനിടയിൽ ഉള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ ആഞ്ഞടിക്കുന്നു എന്നൊന്നും പറയാനില്ല. നിങ്ങൾക്ക് അങ്ങനെ പറയാമെന്നേ ഉള്ളൂ. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ മിണ്ടാതിരിക്കുമായിരുന്നോ? ഇപ്പം തന്നെ രാജി ആവശ്യപ്പെട്ടില്ലായിരുന്നോ പിണറായി വിജയൻ്റെ? അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ ഇപ്പം തിരിച്ച ചോദ്യങ്ങളാണ് വരുന്നത്. ചേലക്കരയിൽ നിങ്ങൾ ജയിക്കാത്തതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? VD സതീശൻ നേരത്തെ പറഞ്ഞത് എല്ലാ ഉത്തരവാദിത്വം എനിക്കാണെന്നാണല്ലോ. ഇപ്പം അദ്ദേഹം സമ്മതിക്കുന്നുണ്ടോ? അല്ല, നോക്കൂ ഡോക്ടർ ലാൽ, ഇപ്പൊ ഇനി അഥവാ ചേലക്കര ജയിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, ചേലക്കര ജയിച്ചിരുന്നുവെങ്കിലും പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ടാൽ 99 സീറ്റിൽ ഭൂരിപക്ഷമുള്ള ഒരു സർക്കാർ രാജിവെക്കുമെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? പ്രതിപക്ഷം എപ്പോഴാണ് രാജി ആവശ്യപ്പെടുന്നത്? നിയമപരമായ പ്രശ്നം ഉണ്ടാവുന്നു, ഭരണഘടന രാജി ആവശ്യപ്പെടുന്നതിന്റെ അല്ല. ഒരു സർക്കാർ ഒരു അവസാനത്തെ ഒരു വർഷം മാത്രം ബാക്കിയുള്ളപ്പോൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവർക്ക് പരാജയം സംഭവിച്ചാൽ പിന്നെ ദുർബലമായിരിക്കും അവരുടെ അവസ്ഥ. ആ ദുർബലാവസ്ഥ ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിനില്ല. അവർ വളരെ ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങളുടെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്. നിങ്ങളുടെ അവസ്ഥയാണിപ്പോൾ VD സതീശൻ ചേലക്കരയിലെ പരാജയത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കുമോ എന്ന ചോദ്യം നിങ്ങളുടെ നേരെയാണ് വരുന്നത്. തെറ്റായ നിരീക്ഷണമാണ്. അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും UDF ആണ് ജയിച്ചത്. ഭരണത്തിൽ ഈ രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് നടന്ന 5 ഉപതെരഞ്ഞെടുപ്പുകളിൽ 4ലും ഞങ്ങളാണ് ജയിക്കുന്നത്. വെറുതെ ജയിക്കുകയല്ല, ഉണ്ടായിരുന്ന ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചാണ് ജയിക്കുന്നത്. പുതുപ്പള്ളിയിൽ, തൃക്കാക്കരയിൽ, ഈ പറയുന്ന പാലക്കാട്ട് എല്ലാം ഞങ്ങൾ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചാണ് ജയിക്കുന്നത്. അപ്പൊ പിന്നെ KC വേണുഗോപാലും VD സതീശനും ഒക്കെ എന്തിനാണ് പറഞ്ഞത് ചേലക്കര രാഷ്ട്രീയ യുദ്ധമാണ്, രാഷ്ട്രീയ പോരാട്ടം ചേലക്കരയിലേതാണ്, അവിടുത്തെ വിജയമാണ് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അല്ല, അത് ഞങ്ങളുടെ ഒരു അഭിമാന പോരാട്ടമാണ്. ഒരു കോട്ട പിടിച്ചെടുക്കുക. അഭിമാനം പോയോ? അല്ല, അതിൽ 4ൽ 3 ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിച്ചെങ്കിൽ 2026 ശ്രീ ഷാബു പ്രസാദ് 2026 LDF UDF എന്ന പഴയ ഇക്വേഷനിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇടയ്ക്ക് BJP വലിയ ശക്തിയായി വന്നിരുന്നു. ഇനിയിപ്പോൾ അങ്ങനെയാണോ എന്ന് സംശയമുണ്ടെന്ന് ജേക്കബ് ജോർജ് നിരീക്ഷിച്ചതിനോട് എങ്ങനെ പറയുന്നു? പാലക്കാട്ടെങ്കിലും എന്തായാലും ഒരു കാര്യം ഞാൻ തുറന്നു പറയാം ലാലെ. 2026 ഈ LDF തന്നെ ഭരണത്തിൽ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേരളത്തിലെ ജനത ഈ സർക്കാരിനെ കൊണ്ട്, ഈ പാർട്ടിയെ കൊണ്ട് ഇനി കുറെ കൂടെ അനുഭവിച്ച് തീരാനുണ്ട്. ബംഗാളിലെയും ത്രിപുരയിലെയും ഒക്കെ പോലെ കാണുന്നിടത്ത് വെച്ച് ജനങ്ങൾ പേപ്പട്ടിയെ പോലെ തല്ലി ഓടിക്കുന്ന അവസ്ഥയിലേക്ക് ഈ പാർട്ടി എത്തണമെങ്കിൽ ഒരു ടൈം കൂടെ അവരൊന്ന് ഭരിക്കണം, ഒരു ടൈമിൽ കൂടെ ജയിക്കണം. അതായത് എത്ര ശ്രമിച്ചാലും നിങ്ങൾ ശ്രമിച്ചാലൊന്നും ജനങ്ങളെ കൊണ്ട് മാറ്റി വോട്ട് ചെയ്യിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടല്ലോ. അതായിക്കോട്ടെ. അല്ല, അത് ഞാൻ എൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥയിലേക്ക് ഈ ചെകുത്താൻ പാർട്ടി എത്തണമെങ്കിൽ കുറച്ച് സമയം കൂടെ വേണം. ഈ നാട്ടിലെ BJPക്കാരെ കൊണ്ടാകില്ല. സുരേന്ദ്രനിലൊക്കെ ഉണ്ടായിരുന്ന താങ്കളുടെ പ്രതീക്ഷ പോയി.
സുരേന്ദ്രനെ കൊണ്ട് പറ്റില്ലെന്ന് അദ്ദേഹം തന്നെ അല്ല, പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ, അതല്ലല്ലോ ഞാൻ എന്തായാലും കാര്യം അതൊന്നും ഇവിടെ ഈ നാട് ഇനിയും തെരഞ്ഞെടുപ്പുകൾ വരും. ഈ നാട്ടിൽ ഇനിയും ഒരു കാര്യം, ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് പരാജയം എന്ന് പറയുന്നത് എൻഡ് ഓഫ് ദ വേൾഡ് ഒന്നും അല്ല. അങ്ങനെ തോറ്റു വന്ന ഒരു പാർട്ടിയാണ് BJP. അങ്ങനെ തോറ്റു ജയിച്ച അതിനോട് കമന്റ് ശ്രീ ജേക്കബ് ജോർജ്, അതിനോട് കമന്റ്. അതുകൊണ്ട് അല്ലല്ല വരട്ടെ BJP എന്ന് മാത്രം. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിക്ക് BJP എവിടെയാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഈ രണ്ട് മുന്നണികൾക്കിടയിൽ ഒരിടം കാണുക. ഇപ്പം നേരത്തെ പറഞ്ഞു ഞങ്ങളുടെ വോട്ട് മാത്രമേ കിട്ടിയുള്ളൂ എന്ന് BJPയുടെ. നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ട് മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾ എന്നും ഇങ്ങനെ വർഗീയത പറയുന്നു. കേരളത്തിനെതിരെ വയനാട്ടുകാർക്ക് ചില്ലി കാശ് കൊടുത്തോ? ഇതുപോലുള്ള നടപടി കാണുമ്പോൾ കേരളം മുഴുക്കെ നിങ്ങൾക്ക് എതിരായി കഴിഞ്ഞു. ഇവിടെ കേരളത്തിൽ ചീഞ്ഞു നാറുന്ന പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം വേറെയാണ് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. അതെൻ്റെ ഒരു നിരീക്ഷണം മാത്രമാണ്. ഞാനൊരു ആധികാരികമായിട്ട് രാഷ്ട്രീയക്കാരനല്ല, രാഷ്ട്രീയക്കാരൻ്റെ വാക്കുകളല്ല ഞാനിങ്ങനെ പറഞ്ഞു വെക്കുന്നതെന്ന് മാത്രമേ. ശരി, 30 സെക്കൻഡ് ശ്രീ പ്രകാശൻ മാസ്റ്റർ. എന്തായാലും LDF 3.0 ഉറപ്പാണ്. LDF 3.0 എന്ന ക്യാച്ച് വേർഡുമായി മുന്നോട്ട് പോകുന്ന ഒരു തിരക്കാണോ ഇനിയിപ്പോൾ ഇടതുപക്ഷം? ഇടതുപക്ഷം വലിയ ആത്മവിശ്വാസത്തിലാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വീണ്ടും LDFൻ്റെ ഗവൺമെൻറ് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ BJPയെ സംബന്ധിച്ച് അവർ നേരത്തെ കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു ഗവൺമെൻറ് ഇപ്പോൾ കേവല ഭൂരിപക്ഷം ഇല്ലാതെയാണ് ഭരിക്കുന്നതെന്നുള്ള കാര്യം BJPയുടെ ആൾ മറക്കേണ്ടതില്ല. എന്ന് മാത്രമല്ല, വയനാട് തെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച കാശ് പോയൊരു പാർട്ടിയല്ലേ BJP തെരഞ്ഞെടുപ്പിൽ. എന്താ കാര്യം സംബന്ധിച്ച് പറയാതിരിക്കുന്നത്? പിന്നെ UDFനെ സംബന്ധിച്ച് അവരിപ്പോൾ ഈ വർഗീയ പാർട്ടികളൊന്നും വോട്ട് വാങ്ങിയിട്ടില്ല എന്നാണല്ലോ പറയുന്നത്. ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയുമെന്നറിയില്ല, വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിനകത്ത് മാക്കൂട്ടം ചർച്ച നടത്തുന്നതിൻ്റെ ചിത്രമാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇത് മാത്രമല്ല, SDP ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം നിൽക്കുന്ന ഫോട്ടോ അത് വേണമെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇവിടെ ഇത് മാക്കൂട്ടം SDP നേതാക്കന്മാരുമായിട്ട് ഒന്നിച്ച് നിൽക്കുന്ന ഫോട്ടോ ആണ്. SDP അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും വോട്ടുകൾ വാങ്ങിച്ചിട്ടില്ല എന്ന് ഒരു കാരണവശാലും പറയാൻ വേണ്ടി കഴിയില്ല. പിന്നെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ഇപ്പോൾ തന്നെ വെൽഫെയർ പാർട്ടിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഹമീദ് വാണിയമ്പലം ഒരു പ്രസ്താവന നടത്തി. ആ പ്രസ്താവനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ഞങ്ങൾ നല്ലതുപോലെ കോൺഗ്രസിനെ ആളുകൾ ജയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, ഞങ്ങൾ ആഗ്രഹിച്ചതാണ് അവിടെ നടന്നത്. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. എന്തായാലും പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ SDPI, ജമാഅത്തെ ഇസ്ലാമി ഒപ്പം RSS തുടങ്ങിയ കക്ഷികളുടെ വോട്ട് വേണ്ട എന്ന് UDF പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അവരോടൊപ്പം നിന്ന് സംസാരിക്കുക, ചർച്ച ചെയ്യുക, അതിൻ്റെയൊക്കെ ഫോട്ടോ വരുന്നു. അവരുടെ നേതാക്കൾ അവകാശപ്പെടുന്നു ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടെന്ന്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആഹ്ലാദ പ്രകടനം ആദ്യം നടത്തുന്നതും അവരാണ്. ഇതാണോ ഇനി 2026 പോകാൻ പോകുന്ന മുന്നണിയുടെ ഇലക്ഷൻ സ്ട്രാറ്റജിയും ഇലക്ഷൻ എക്സ്പെർട്ടൈസും ഒക്കെ? ഇത് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ചർച്ച ചെയ്യും. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് M പ്രകാശൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക്, ഷാബു പ്രസാദ്, ജേക്കബ് ജോർജ്. ന്യൂസ് അവസാനിക്കുന്നു.